നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. എറണാകുളം കടവന്ത്ര സ്വദേശിനി പത്മം എന്ന ലോട്ടറി വിൽപ്പനക്കാരിയെ കാണാനില്ലെന്ന കുടുംബത്തിന്റെ പരാതിയിൽ നടന്ന അന്വേഷണത്തിലാണ് കേരളത്തെ നടുക്കിയ ഇലന്തൂർ നരബലി പുറത്തുവരുന്നത്. കാലടിയിലും കടവന്ത്രയിലും ലോട്ടറി വിൽപ്പന നടത്തിയിരുന്ന 2 സ്ത്രീകളെ തട്ടിക്കൊണ്ടുപോയി ക്രൂരമായി കൊലപ്പെടുത്തിയെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. പത്തനംതിട്ട ഇലന്തൂരിൽ തിരുമൽ ചികിത്സാ കേന്ദ്രം നടത്തുന്ന ഭഗവത് സിംഗും ഭാര്യയും ചേർന്നാണ് സാമ്പത്തിക അഭിവൃദ്ധിക്കുള്ള നരബലി എന്ന രീതിയിൽ 2 സ്ത്രീകളെ കഴുത്തറുത്ത് കൊന്ന് ശരീരഭാഗങ്ങൾ അതിക്രൂരമായി കഷ്ണങ്ങളാക്കി വീട്ടുപറമ്പിൽ കുഴിച്ചിട്ടത്. റോസ്ലിൻ, പത്മം എന്നിവരെ കൊലപ്പെടുത്തിയ കേസിൽ, അതായത് ഇലന്തൂർ ഇരട്ട നരബലി കേസിൽ വിചാരണ നടപടികൾ ആരംഭിച്ചിരിക്കുന്നു. എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതിയിലാണ് വിചാരണ എത്രയും വേഗം പൂർത്തിയാക്കാൻ ആണ് ശ്രമിക്കുന്നതെന്ന് പ്രോസിക്യൂട്ടർ അജകുമാർ പറഞ്ഞു. ഇലന്തൂർ നരബലി കേസിന്റെ വിചാരണ തുടങ്ങുകയാണ്. 2 കേസുകളുണ്ട്. ഒന്ന്, കടവന്ത്ര പോലീസ് സ്റ്റേഷൻ രജിസ്റ്റർ ചെയ്ത പത്മ എന്ന സ്ത്രീയുടെ തിരോധാനവുമായിട്ട് അനുബന്ധിച്ചുള്ള കേസാണ് ഇന്ന് തുടങ്ങുന്നത്. അടുത്ത ആഴ്ച ഇതിനോടൊപ്പം തന്നെ കാലടി പോലീസ് രജിസ്റ്റർ ചെയ്ത റോസ്ലി എന്ന് പറയുന്ന സ്ത്രീയുടെ മരണത്തെ സംബന്ധിച്ചും നരബലിയെ സംബന്ധിച്ചുമുള്ള കേസ് തുടങ്ങും. ഏകദേശം 2 കേസിലും 200ഓളം സാക്ഷികൾ വീതമുണ്ട്. വളരെ ദീർഘമായ അന്വേഷണം നടത്തി 90 ദിവസത്തിനകത്ത് തന്നെ കേരള പോലീസ് അതിവിദഗ്ധമായിട്ട് അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ചിട്ടുള്ള കേസാണ്. നമ്മുടെ മനസ്സിനെ മരവിപ്പിക്കുന്ന രീതിയിലുള്ള കൊടും ക്രൂരതയാണ് ഈ കേസിൽ നടന്നിട്ടുള്ളത്. അത് വിചാരണ എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കാനാണ് ശ്രമിക്കുന്നത്. പ്രോസിക്യൂഷനെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ വെല്ലുവിളികളുണ്ട്. പക്ഷെ അതെല്ലാം അതിജീവിക്കാൻ കഴിയും എന്നാണ് വിശ്വാസം. വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് നവമി ദിനേശ് ചേരുന്നുണ്ട്. നവമി, കേരളത്തിന്റെ കുറ്റകൃത്യങ്ങളുടെ ചരിത്രത്തിൽ അസാധാരണമായൊരു കേസായിരുന്നു പത്തനംതിട്ട ഇലന്തൂരിൽ നടന്നത്. സാമ്പത്തിക അഭിവൃദ്ധിക്കെന്ന പേരിൽ നരബലി നടത്തുന്നു, 2 സ്ത്രീകളെ ക്രൂരമായി കൊന്ന് കുഴിച്ചു മൂടുന്നു. ഈ സംഭവം നടന്നിട്ട് ഏകദേശം, അതായത് ഈ കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വന്നിട്ട് പ്രതികൾ അറസ്റ്റിനായിട്ട് ഇപ്പോൾ ഏകദേശം 3 വർഷം പിന്നിടുകയാണ്. അതിനിടെ ഇപ്പോൾ വിചാരണ നടപടികൾ ആരംഭിക്കുന്നു. പത്മയുടെ കേസുമായി ബന്ധപ്പെട്ടാണ് ആദ്യത്തെ നടപടികൾ. റോസ്ലിൻ്റെ കൊലപാതക കേസിൽ ഉടൻ തന്നെ, അതായത് 12-ാം തീയതി തന്നെ വിചാരണ നടപടികൾ ആരംഭിക്കും. ഒന്നിച്ചു തന്നെയാണോ ഇതിൻ്റെ നടപടികൾ പുരോഗമിക്കുന്നത്? ഇന്ന് എന്താണ് കോടതിയിൽ സംഭവിച്ചതെന്നാണ്? ഇന്ന് എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതി 5-ൽ ജഡ്ജി ടി മധുസൂദനനാണ് വാദം കേൾക്കുക. ഈ 2 കേസും ഈ കോടതിയിൽ തന്നെയാണ് നടക്കുന്നത്. ഇന്നിപ്പോൾ ആരംഭിച്ചത് പത്മയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട കേസിലെ വിചാരണയാണ്. 12-ാം തീയതിയായിരിക്കും റോസ്ലിന്റെ കൊലപാതകത്തിലെ വിചാരണ ആരംഭിക്കുക. ഇന്നിപ്പോൾ പത്മയുടെ സഹോദരി പളനി അമ്മയുടെ വിചാരണയാണ് നടന്നത്. ഈ 2 കേസുകളിലുമായി ഏകദേശം 200 വീതം സാക്ഷികൾ ഉണ്ടെന്നാണ് പ്രോസിക്യൂട്ടർ വ്യക്തമാക്കിയത്. പ്രോസിക്യൂട്ടർ അജകുമാറാണ്. അദ്ദേഹം പറയുന്നതനുസരിച്ച് അല്പം സമ്മർദ്ദമുണ്ട് ഈ കേസുമായി ബന്ധപ്പെട്ട്. പക്ഷെ ആ സമ്മർദ്ദങ്ങളെല്ലാം അതിജീവിച്ചുകൊണ്ട് തന്നെ എത്രയും വേഗം വിചാരണ പൂർത്തിയാക്കാൻ സാധിക്കും എന്ന ആത്മവിശ്വാസത്തിൽ തന്നെയാണ് പ്രോസിക്യൂട്ടറുമുള്ളത്. ഈ കേസുമായി ബന്ധപ്പെട്ട ഓരോരുത്തരെയും, അന്വേഷണ ഉദ്യോഗസ്ഥരെ, ഇതിലെ സാക്ഷികൾ എല്ലാവരെയും വിചാരണ ചെയ്യുന്ന ദിവസങ്ങളായിരിക്കും ഇനി അടുത്തുള്ള ദിവസങ്ങളിലൊക്കെ നടക്കുക. 3 പ്രതികളെയും ഇന്ന് കോടതിയിൽ ഹാജരാക്കുന്ന സാഹചര്യം തന്നെ ഉണ്ടായി. എന്തായാലും നമ്മൾ നേരത്തെ ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ കേരളത്തെ തന്നെ ഞെട്ടിച്ച ഒരു കേസ് തന്നെയായിരുന്നു ഇലന്തൂരിലെ നരബലി കേസ്. ഇതിൽ 3 പ്രതികളാണുള്ളത്. അതിലൊന്ന് പെരുമ്പാവൂർ സ്വദേശിയായിട്ടുള്ള മുഹമ്മദ് ഷാഫി, 2-ാം പ്രതി നാട്ടുവൈദ്യൻ ഇലന്തൂർ സ്വദേശി ഭഗവത് സിംഗ്, 3-ാം പ്രതി ഭഗവത് സിംഗിന്റെ ഭാര്യ ലൈല. ഇവർ 3 പേരും ഇന്ന് കോടതിയിൽ വന്നു. അതിന്റെ ദൃശ്യങ്ങളടക്കം നമ്മൾ കാണുന്നുമുണ്ട്. ഈ കേസിന്റെ ഒരു ചരിത്രത്തിലേക്ക് വന്നാൽ, ഈ ഷാഫി എന്ന് പറയുന്ന വ്യക്തി ഒരു വ്യാജ പ്രൊഫൈൽ ഉണ്ടായി, ശ്രീദേവി എന്നുള്ളൊരു വ്യാജ പ്രൊഫൈൽ ഉണ്ടാക്കി അതിൽ ഒരു പോസ്റ്റ് ഇടുന്നു, സാമ്പത്തിക അഭിവൃദ്ധിക്കും ഐശ്വര്യത്തിനും വേണ്ടി പൂജ ചെയ്തു കൊടുക്കുമെന്നൊരു കുറിപ്പിടുന്നു. ഈ കുറിപ്പ് കാണുന്ന ഭഗവത് സിംഗും ഭാര്യ ലൈലയും ഈ ഷാഫിയുമായി ബന്ധപ്പെടുന്നുണ്ട്. അതിനുശേഷം ഇവരോട് സംസാരിച്ച ശേഷം വീട്ടിലൊരു പൂജ നടത്തുന്നതിന് വേണ്ടി ഷാഫിയെ ഇലന്തൂരിലെ വീട്ടിലേക്ക് ക്ഷണിക്കുകയും ചെയ്യുന്നുണ്ട്.
അങ്ങനെ ഇലന്തൂരിലെ വീട്ടിലെത്തി. അവിടെ വെച്ചാണ് ഷാഫി പറയുന്നത് ഐശ്വര്യത്തിനും മറ്റും വേണ്ടിയിട്ട് ഒരു സ്ത്രീയെ ആവശ്യമാണ്, അവരെ ഒരു ബലി കൊടുത്താൽ മാത്രമേ നിങ്ങൾക്ക് ഐശ്വര്യമുണ്ടാകൂ, സമ്പത്തുണ്ടാകൂ എന്നൊക്കെ. ഇത് വിശ്വസിച്ച് ഷാഫി കുറച്ചധികം പണം ഇവരിൽ നിന്നും തട്ടിയെടുക്കുകയും ചെയ്തു, ഇവരിൽ നിന്നും വാങ്ങിയെടുക്കുകയും ചെയ്യുന്നു. പിന്നീടാണ് നമ്മൾ ഈ കൊലപാതകത്തിലേക്ക് അല്ലെങ്കിൽ ഈ കേസിലേക്ക് നയിച്ച രണ്ട് സ്ത്രീകൾ, ഒന്ന് പത്മ, മറ്റൊന്ന് റോസ്ലിൻ, ഇവരെ രണ്ടുപേരിലെയും ഇവർ എത്തുന്നത്, ഈ ലൈലയും ഭർത്താവും എത്തുന്നത് സിനിമയിൽ അഭിനയിക്കാമെന്ന വ്യാജേന എന്ന് കള്ളം പറഞ്ഞുകൊണ്ടാണ് ഇവരിലേക്ക് എത്തുന്നത്. ഇവര് ഒരാൾ തമിഴ്നാട് സ്വദേശിയാണ്, കുറച്ച് നാളുകളായി എറണാകുളത്ത് തന്നെ താമസിക്കുന്നതാണ്, മറ്റൊന്ന് ആലപ്പുഴ സ്വദേശിയാണ്. ആദ്യം ഈ റോസ്ലിനെ വിളിച്ചു വരുത്തുന്നു. റോസ്ലിനെ വിളിച്ചു വരുത്തിയ ശേഷം ഇത്തരത്തിൽ ഗുരുതരമായി ആക്രമിക്കുക, അവരുടെ തല അറുത്തുമാറ്റി, കൈകാലുകളൊക്കെ അറുത്തുമാറ്റിയ ശേഷം വീട്ടിൽ കുഴിച്ചിടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പിന്നീട് പോലീസ് പറയുന്നതനുസരിച്ച് ഇവരുടെ മാംസം, ഈ മരിച്ച റോസ്ലിന്റെ മാംസം പോലും ഈ 3 പ്രതികളും ഭക്ഷിച്ചു എന്നതാണ് വളരെ കൊടും ക്രൂരം. നമുക്കിത് ചിന്തിക്കാൻ പോലും കഴിയാത്ത, അല്ലെങ്കിൽ ആലോചിക്കുമ്പോൾ പോലും എത്ര ഭയാനകമായിട്ടാണ് ഇവരവരെ കൊലപ്പെടുത്തിയത് അല്ലെങ്കിൽ മാംസങ്ങൾ ഭക്ഷിച്ചത് നമുക്ക് തോന്നിപ്പോകും. അതിനുശേഷമാണ് പിന്നീട് പത്മയെ വിളിച്ചു വരുത്തുന്നു. പത്മയിലേക്ക് എത്തുന്നത് ഈ ഷാഫി പറയുന്നത്, നിങ്ങൾക്ക് ഈ ആദ്യം ചെയ്ത നരബലിയിൽ അതിൽ പൂർണ്ണമായിട്ടുള്ള തൃപ്തരല്ല, മുൻജന്മത്തിലുള്ള പാപങ്ങൾ കൂടി മാറേണ്ടതുണ്ട്, അതിനായി ഒരു സ്ത്രീയെയും കൂടി വേണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആലപ്പുഴ സ്വദേശിയായിട്ടുള്ള പത്മയിലേക്കും ഇവർ എത്തുന്നത്. ഇവരും എറണാകുളത്ത് ജോലി ചെയ്യുന്ന ഒരു വ്യക്തി, ലോട്ടറി ഒക്കെ വിറ്റ് ജീവിക്കുന്ന ഒരു സ്ത്രീയാണ്. പിന്നീട് പത്മയെയും കൊലപ്പെടുത്തുന്നുണ്ട്. പത്മയുടെയും ശരീരഭാഗങ്ങൾ വീട്ടിൽ കുഴിച്ചിട്ട നിലയിൽ പിന്നീട് പോലീസിന് കണ്ടെത്താനും സാധിച്ചിട്ടുണ്ട്. ആദ്യം പരാതി നൽകിയത് ഈ റോസ്ലിന്റെ സഹോദരിയും മകനുമാണ്. ആദ്യം പരാതി നൽകിയത് പരാതി നൽകിയത് തന്റെ അമ്മയെ കാണുന്നില്ല എന്നുള്ളൊരു പരാതിയായിരുന്നു. അത് 2022 ജൂൺ 7-നായിരുന്നു അത്തരത്തിലൊരു പരാതി നൽകിയത്. പോലീസിൽ അന്വേഷണം നടക്കുന്നു. പോലീസിന്റെ അന്വേഷണത്തിലാണ് ഒടുവിൽ ഈ ഇലന്തൂരിലേക്ക് ഈ കേസ് വഴി നീളുന്നത്. ഇങ്ങനെ ഒരു തിരോധാന കേസ് ഉണ്ടെന്ന് അറിയുന്നു. പിന്നീട് CCTV അടക്കം പരിശോധിച്ചു. പിന്നീടുള്ള അവരുടെ ഫോൺ മെസ്സേജുകൾ, ഫോൺ പരിശോധനയിൽ നിന്നൊക്കെയാണ് ഇലന്തൂരിലെ ഈ വീട്ടിലേക്കും അന്വേഷണ സംഘം എത്തുന്നത്. തുടർന്ന് ഇവരെ രണ്ടുപേരെയും കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്യുന്നു. ആ ചോദ്യം ചെയ്യലാണ് ഇതൊരു നരബലിയാണെന്ന് പോലീസിന് മനസ്സിലാകുന്നതും. അതേസമയം തന്നെയാണ് കാലടി പോലീസ് സ്റ്റേഷനിലേക്കും ഒരു പരാതി എത്തുന്നുണ്ട്. അത് റോസ്ലിന്റെ മകളാണ് പരാതി നൽകിയത്, പത്മയുടെ മകളാണ് പരാതി നൽകിയത്. ഇങ്ങനെ തന്റെ അമ്മയെ കാണാനില്ല എന്നുള്ളൊരു പരാതി. ഈ ചോദ്യം ചെയ്യൽ, അതായത് ലൈലേനെയും ഭർത്താവിനെയും ഷാഫിയെയും ചോദ്യം ചെയ്തതിൽ നിന്നുമാണ് തങ്ങൾ മറ്റൊരാളെ കൂടി കൊലപ്പെടുത്തി എന്നുള്ള കാര്യങ്ങൾ വെളിപ്പെടുന്നത്. പിന്നീട് കാലടി പോലീസുമായി കടവന്ത്ര പോലീസ് ബന്ധപ്പെടുന്നു. തുടർന്ന് ഇത്തരത്തിലൊരു തിരോധാന കേസിന്റെ പരാതി ലഭിച്ചിട്ടുണ്ടെന്ന് പറയുകയും ചെയ്യുന്നു. പിന്നെ കുടുംബത്തോടടക്കം കൂടുതൽ കാര്യങ്ങൾ വിശദീകരിക്കുന്നു. പിന്നീട് എലന്തൂരിലെ വീട്ടിൽ നടത്തിയ പരിശോധനയിലാണ് ഈ മൃതദേഹത്തിന്റെ അവശിഷ്ടങ്ങളും ഒക്കെ കണ്ടെത്തിയത്. അങ്ങനെ നമുക്ക് ഇപ്പോഴും അറിയാം, വലിയ ഒരു കോളിളക്കം തന്നെ സൃഷ്ടിച്ച ഒരു കേസായിരുന്നു ഇലന്തൂരിലെ നരബലി. 3 പ്രതികളാണ് ഈ കേസിലുള്ളതെന്ന് പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞു. 90 ദിവസത്തിനുള്ളിൽ തന്നെ കുറ്റപത്രം സമർപ്പിക്കുന്ന സാഹചര്യമായിരുന്നു. എന്തായാലും അതിനൊക്കെ ഒടുവിലാണ് കോടതി ഇപ്പോൾ വിചാരണ ആരംഭിച്ചിരിക്കുന്നത്. എത്രയും വേഗം വിചാരണ പൂർത്തിയാക്കി പ്രതികൾക്കുള്ള ശിക്ഷാവിധി ഉണ്ടാകുമെന്നൊരു ആത്മവിശ്വാസത്തിലാണ് പ്രോസിക്യൂട്ടർ. തീർച്ചയായും നവമി, ഇത് കഴിഞ്ഞ വർഷമാണ് ഈ പ്രതികൾക്കെതിരെ കോടതി കുറ്റം ചുമത്തുന്നത്. പിന്നെ വീണ്ടും നീണ്ടുപോയി വിചാരണ നടപടി ആരംഭിക്കുക. അതായത് ഏകദേശം 2025 ഏപ്രിലായിരുന്നു അത്ര നടപടികളിലേക്ക് കോടതി കടന്നത്. വിചാരണ നടപടികൾ എത്ര നാൾ നീളും എന്നാണ് പ്രോസിക്യൂഷൻ്റെ ഒരു അനുമാനം. കാരണം ഏകദേശം 2 കേസുകളിലുമായി 200-ലധികം സാക്ഷികളുണ്ട്. നിരവധി ആളുകളെ വിസ്തരിക്കണം. വളരെ സങ്കീർണമായിട്ടുള്ള കേസാണ്. പക്ഷേ വളരെ പഴുതടച്ചുള്ള അന്വേഷണമായിരുന്നു പോലീസ് നടത്തിയത്. അതുകൊണ്ട് തന്നെ പ്രോസിക്യൂഷനെ സംബന്ധിച്ച് കാര്യങ്ങൾ ഇനി എളുപ്പമായിരിക്കുമോ?
പ്രോസിക്യൂട്ടർ ഇന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് കൃത്യമായിട്ട് ഈ കേസുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള തെളിവുകൾ അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തിയിട്ടുണ്ട്. അത് കൃത്യമായി തന്നെ കോടതിയിൽ ഹാജരാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എത്രയും വേഗം വിചാരണ പൂർത്തിയാക്കുമെന്നാണ് പറയുന്നത്. നമുക്ക് അതിന്റെ ഒരു കാലഘട്ടം നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല. എന്തായാലും പ്രോസിക്യൂട്ടർ പറയുന്നതനുസരിച്ച് 200ഓളം സാക്ഷികളാണ്, 200ഓളം വീതം സാക്ഷികളാണ് 2 കേസുകളിലുമായി ഉള്ളത്. അപ്പോൾ ഇവരെല്ലാം വിശദമായി വിചാരണ ചെയ്തതിന് ശേഷമായിരിക്കും കോടതി വിധി പറയുക. എന്തായാലും പൂർണ്ണമായിട്ടുള്ള ആത്മവിശ്വാസത്തിൽ തന്നെയാണ് പ്രോസിക്യൂട്ടർ. എത്രയും വേഗം വിചാരണ പൂർത്തിയാക്കി ഇതിന്റെ അന്തിമ ഘട്ടത്തിലേക്ക് എത്താൻ കഴിയുമെന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. തീർച്ചയായും നവമി, നിലവിലെ ഈ കേസിൽ ഭഗവത് സിംഗ്, ലൈല, മുഹമ്മദ് ഷാഫി ഈ 3 പേരാണ് പ്രതികളായിട്ടുള്ളത്. 3 പേർക്കെതിരെയും സമാനമായ കുറ്റകൃത്യങ്ങൾ തന്നെയായിരുന്നോ പോലീസ് ചുമത്തിയിട്ടുള്ളത്? കാരണം ഇവരുടെ സഹായിയായി പ്രവർത്തിച്ച ഷാഫിയുടെ പങ്ക്, അതുപോലെ തന്നെ ഈ ഭഗവത് സിംഗിൻ്റെ ഭാര്യയുടെ പങ്ക്, ഇതൊക്കെ കൃത്യമായി അന്വേഷണത്തിൽ കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ തെളിവുകളും പൂർണ്ണമായും ശേഖരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം. പക്ഷേ ഇനിയുള്ള നടപടികളിലേക്ക് കടക്കുമ്പോൾ സ്വാഭാവികമായും ഇത്തരം പല കേസുകളിലും ഈ സാക്ഷിമൊഴി, അതുപോലെ തന്നെ തെളിവുകൾ, ശാസ്ത്രീയമായ തെളിവുകൾ, ഇതൊക്കെയാണ് ഈ കേസിൽ വിചാരണ നടപടികളിലൊക്കെ, അല്ലെങ്കിൽ കേസിൽ ഈ ശിക്ഷ വിധിക്കുമ്പോൾ അല്ലെങ്കിൽ കുറ്റക്കാരെന്ന് കണ്ടെത്തുമ്പോൾ ഇതൊക്കെയായിരിക്കും കൂടുതലായും പരിഗണിക്കുക. നിലവിൽ ശാസ്ത്രീയ തെളിവുകൾ മാത്രമല്ല, കാരണം കൃത്യമായ തെളിവുകൾ കണ്ടെത്തിയിട്ടുണ്ട്. ശാസ്ത്രീയ തെളിവുകളടക്കം ഈ കേസിലേറെ നിർണായകമല്ലേ? തീർച്ചയായിട്ടും എല്ലാം കൃത്യമായിട്ടുള്ള തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ടെന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. പ്രത്യേകിച്ച് ഇലന്തൂരിലെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ ഈ 2 സ്ത്രീകളുടെയും അവയവങ്ങൾ, മൃതദേഹങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. മൃതദേഹത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. കൈയും കാലും ഒക്കെ ഓരോ ഇടങ്ങളിലായി കുഴിച്ചിട്ട നിലയിലായിരുന്നു. ഇതെല്ലാം കണ്ടെത്തിയിട്ടുണ്ട്. ഒപ്പം ഇവരെ കൊലപ്പെടുത്താൻ ഉപയോഗിച്ച ആയുധവും പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നീട് ഇവരുടെ കുടുംബവുമായി നടത്തിയ മകളും മകനും, ഇവർ 2 റോസ്ലിന്റെയും പത്മയുടെയും മകളും മകനുമായിട്ട് DNA പരിശോധന നടത്തിയതിൽ നിന്നും ഇവരുടെ മാതാവ് ആണ് മരിച്ചതെന്ന് പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞു. എന്നാലും പോലീസിന്റെ ഭാഗത്തു നിന്നും എല്ലാം കൃത്യമായി തന്നെ തെളിവുകൾ ശേഖരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതെല്ലാം കോടതിയിൽ സമർപ്പിച്ചിട്ടുമുണ്ടെന്ന് തന്നെയാണ് പ്രോസിക്യൂട്ടർ വ്യക്തമാക്കുന്നത്. 90 ദിവസത്തിനുള്ളിൽ തന്നെ ഇതിന്റെ കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തു. 3 പ്രതികൾ മാത്രമാണ് ഉള്ളത്. ഭഗവത് സിംഗ്, ഷാഫി, അതോടൊപ്പം തന്നെ ഭഗവത് സിംഗിന്റെ ഭാര്യ ലൈല. ഇവർ 3 പേർക്കും ഈ നരബലിയുമായി ബന്ധപ്പെട്ട് ഇവർക്ക് എല്ലാവർക്കും തുല്യമായിട്ടുള്ള എല്ലാ വകുപ്പുകളും ചുമത്തിയിട്ടുണ്ട്. കൃത്യമായി തന്നെ ഇവരുടെ പങ്ക് വ്യക്തമാക്കുന്ന വകുപ്പുകൾ ചുമത്തി തന്നെയാണ് പോലീസ് കേസ് അന്വേഷിച്ചതും കൃത്യമായിട്ടുള്ള തെളിവുകൾ ശേഖരിച്ചു. അത് കടവന്ത്രയിലും കാലടിയിലും 2 നടുക്കിയ മനുഷ്യ മനസാക്ഷിയെ മരവിപ്പിച്ച കേസായിരുന്നു ഇലന്തൂർ ഇരട്ട നരബലി. അസാധാരണമായ കേട്ടുകേൾവിനാത്ത കേസ്. അതായത് സാമ്പത്തിക അഭിവൃദ്ധിക്ക് വേണ്ടി 2 സ്ത്രീകളെ, അതും ലോട്ടറി വിൽപ്പനക്കാരിയായ 2 സ്ത്രീകളെ ക്രൂരമായി കൊലപ്പെടുത്തുന്നു. അവരുടെ അതിനുശേഷം അവർ മറവ് ചെയ്യുന്നു. ചില ശരീരഭാഗങ്ങൾ ഈ പ്രതികൾ തന്നെ പാകം ചെയ്ത് ഭക്ഷിക്കുന്നു. അങ്ങനെ അങ്ങേയറ്റം നികൃഷ്ടമായ, കേൾക്കുമ്പോൾ തന്നെ ഭയം തോന്നുന്ന, അങ്ങേയറ്റം ക്രൂരമായിട്ടുള്ള കൊലപാതകമായിരുന്നു ഇലന്തൂരിൽ നടന്നത്. ഈ സംഭവം നടന്നത്, അതായത് ഈ കേസിൽ പ്രതികൾ അറസ്റ്റിനായി 3 വർഷം പൂർത്തിയാകുമ്പോൾ, അതായത് 4 വർഷം തികയുന്നതിന് മുൻപ് തന്നെ ഈ കേസിൽ വിചാരണ നടപടികളിലേക്ക് കടക്കുകയാണ്. അതിവേഗത്തിൽ തന്നെ വിചാരണ പൂർത്തിയാക്കി പ്രതികൾക്ക് ശക്തമായ ശിക്ഷ ഉറപ്പാക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നാണ് പ്രോസിക്യൂഷൻ വ്യക്തമാക്കുന്നത്. കോയമ്പത്തൂർ ആര്യവൈദ്യശാലയുടെ സ്ഥാപകൻ പി രാമവാര്യരുടെ മകൾ കസ്തൂരി ജി കുട്ടി കൊല്ലപ്പെട്ട കേസിൽ 2 നേപ്പാൾ സ്വദേശികൾ അറസ്റ്റിൽ. സ്വർണം കവരാൻ വേണ്ടിയാണ് 82 വയസ്സുകാരിയായ കസ്തൂരിയെ കൊന്നതെന്ന് ഇവർ സമ്മതിച്ചു. വീട്ടുജോലിക്കാരി ഇപ്പോഴും ഒളിവിലാണ്. കേസിൽ വേറെയും പ്രതികളുണ്ടെന്നും തെരച്ചിൽ നടക്കുകയാണെന്നും കോയമ്പത്തൂർ പോലീസ് വ്യക്തമാക്കുന്നു. വിവരങ്ങളുമായി ആജ്ഞ രവീന്ദ്രൻ ചേരുന്നു. ആജ്ഞ, വീട്ടിൽ സഹായത്തിന് നിന്ന, ഈ കസ്തൂരിയുടെ വീട്ടിൽ സഹായത്തിന് നിന്ന നേപ്പാൾ സ്വദേശിനിയും ഭർത്താവും കൂട്ടാളികളും ചേർന്ന് സ്വർണം കവരാൻ വേണ്ടി നടത്തിയ അതിക്രൂരമായ കൊലപാതകം. ഈ സംഭവം നടന്ന് ഉടൻ തന്നെ പോലീസിന് പ്രതികളിലേക്ക് എത്താൻ കഴിയുന്നു. പക്ഷേ വീട്ടുജോലിക്കാരെ ഇപ്പോഴും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഈ കേസിൽ എത്ര പേരുണ്ടെന്നാണ് വിവരം? നിലവിൽ ആരൊക്കെയാണ് അറസ്റ്റിനായിട്ടുള്ളത്?
ടോം, കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഈ കൊലപാതകം നടക്കുന്നത്. ഈ നേപ്പാൾ സ്വദേശിനിയായ ഒരു ഹോം നഴ്സിനെയാണ് കസ്തൂരിയെ നോക്കാൻ വേണ്ടി 82 വയസ്സുള്ള കസ്തൂരിയെ നോക്കാൻ വേണ്ടി ഏൽപ്പിച്ചിരുന്നത്. മകൻ ഡോക്ടർ രാമൻകുട്ടി വിദേശയാത്രയിലായിരുന്നു. കോയമ്പത്തൂർ നെഞ്ചുണ്ടാവൂർത്തെ ഒരു അപ്പാർട്ട്മെന്റിലാണ് ഇവർ താമസിച്ചു പോന്നിരുന്നത്. ആ ഒരു സാഹചര്യത്തിൽ ഈ രാമൻകുട്ടി വിദേശയാത്രയിലായിരുന്ന സാഹചര്യത്തിലാണ് ഇവർ കസ്തൂരി വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല എന്ന് മകൾ അടുത്ത് തന്നെ താമസിച്ചിരുന്ന മകൾ നിരന്തരം വിളിക്കുകയും ഫോൺ എടുക്കാതിരിക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് അയൽവാസികളെ വിളിച്ച് വിവരം അറിയിക്കുകയും അവർ പരിശോധിച്ചപ്പോഴാണ് കസ്തൂരിയെ ഇത്തരത്തിൽ പ്ലാസ്റ്റർ കൊണ്ട് വായ മൂടുകയും കട്ടിൽ കെട്ടിയിടുകയും ചെയ്തിരുന്ന നിലയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തുടർന്നാണ് CCTV ദൃശ്യങ്ങളിൽ നിന്നാണ് ടോം സൂചിപ്പിച്ചതുപോലെ വീട്ടു ജോലിക്കാരി ഉൾപ്പെടെ ഹോം നഴ്സ് ഉൾപ്പെടെ മറ്റ് 2 പേര് കൂടി ചേർന്നിട്ടാണ് ഈ കുറ്റകൃത്യം നടത്തിയതെന്ന് കണ്ടെത്തിയത്. പ്രത്യേകിച്ച് ഒരു 12:15 വെള്ളിയാഴ്ച ആ ദിവസത്തെ 12:15 ഈ അപ്പാർട്ട്മെന്റിൽ അവരെത്തുകയും 2 പേരെത്തുകയും ഈ സുർജ റോക്കി എന്ന് പറയുന്ന വീട്ടു ജോലിക്കാരി വാതിൽ തുറന്നു കൊടുക്കുകയും ചെയ്തിരുന്നു. അത് ഇവരുടെ സ്വർണം കവരാനാണ് എന്ന് ഈ പിടിയായ പ്രതികളിൽ നിന്നും മനസ്സിലാക്കുന്നുണ്ട്. രാകേഷ്, ദിലീപ് എന്നിവരാണ് പിടിയിലായിട്ടുള്ളത്. ഇവരുടെ കയ്യിൽ നിന്നും ഈ സ്വർണം, അതായത് നഷ്ടപ്പെട്ടുള്ള സ്വർണവും പണവും കണ്ടെടുത്തിട്ടുണ്ട്. പക്ഷേ ഈ ഹോം നഴ്സ് സുർജ റോക്കിയെ ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. നേപ്പാൾ സ്വദേശിയാണ് ഇവരെ വേണ്ടിയുള്ള അന്വേഷണം തുടരുകയാണ്. ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ ആ ദിവസം തന്നെ പോലീസിന് ഇതിൽ വ്യക്തതയുണ്ടായിരുന്നു. അത് ഡെപ്യൂട്ടി കമ്മീഷണറുടെ നേതൃത്വത്തിൽ 8 അംഗ അന്വേഷണ സംഘമാണ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം തുടങ്ങിയത്. വളരെ വേഗം തന്നെ അടിയന്തരമായി തന്നെ പ്രതികളിലേക്ക് എത്താനും കഴിഞ്ഞിട്ടുണ്ട്. ആ ഒരു ദിവസം തന്നെ CCTV ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമായിരുന്നു. ഈ 2 പേര് മാത്രമാണോ ഇതിലുള്ളത് എന്നുള്ള സംശയം പോലീസിനുണ്ട്. കൂടുതൽ പ്രതികളുണ്ട് എന്ന് തന്നെയാണ്. ഒരു പക്ഷേ 2 പേര് ഫ്ളാറ്റിലെത്തിയെന്ന് മാത്രമേ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നുള്ളൂ. അതുപോലെ ഈ വീട്ടുജോലിക്കാരിയായ സുർജ റോക്കിയും ഈ കുറ്റകൃത്യത്തിൽ പങ്കാളിയായിരുന്നു എന്നുള്ള കാര്യം വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ ഈ 3 പേര് മാത്രമല്ല, ഈ പിടിയിലായപ്പെട്ട 2 പേരും സുർജ റോക്കിയും മാത്രമല്ല, പുറത്ത് മറ്റാളുകൾ ഇവർക്ക് സഹായത്തിനുണ്ടായിരുന്നു എന്നുള്ള നിഗമനത്തിൽ തന്നെയാണ് പോലീസ് അവർക്ക് വേണ്ടിയിട്ടുള്ള അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. മാത്രമല്ല ഈ ഹോം നഴ്സ് സുർജ റോക്കിക്ക് വേണ്ടിയുള്ള അന്വേഷണവും ഊർജിതമാക്കിയിട്ടുണ്ട്. അതിന് കൃത്യമായി അവരുടെ ഫോട്ടോ ഉൾപ്പെടെ അവരെ ഐഡന്റിഫൈ ചെയ്യുന്ന തരത്തിലുള്ള ലുക്കൌട്ട് നോട്ടീസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് പോലീസ് കടന്നിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട അടിയന്തരമായി അന്വേഷണ സംഘത്തെ രൂപീകരിക്കുകയും കോയമ്പത്തൂർ പോലീസിന്റെ നേതൃത്വത്തിൽ ഇതിന്റെ അന്വേഷണം പുരോഗമിക്കുകയും വളരെ വേഗം തന്നെ 2 പേരെ തുടക്കം മുതൽ തന്നെ പോലീസിന് ഇവരെ സംശയമുണ്ടായിരുന്നു. പൊതുവെ നമുക്കറിയാം, നേപ്പാളിൽ നിന്ന് നിരവധി ആളുകൾ ഇന്ത്യയിലെത്തി ജോലി ചെയ്യുന്നുണ്ട്. വീട്ടുജോലി, അതല്ലെങ്കിൽ സെക്യൂരിറ്റി, ഹോട്ടൽ ജോലിയിലൊക്കെ ഏർപ്പെടുന്ന നിരവധി നേപ്പാളികളുണ്ട്. പൊതുവെ ഏറ്റവും വളരെയധികം വിശ്വസിക്കാൻ കഴിയുന്ന ആളുകളാണ് നേപ്പാൾ സ്വദേശികളെന്നാണ് പറയാറുള്ളത്. പക്ഷേ ഇവിടെ കാര്യങ്ങൾ മാറി മറിയുന്നു. ഈ കൊലപാതക കേസിൻ്റെ അന്വേഷണം എത്തുന്നത് നേപ്പാൾ സ്വദേശികളിലേക്കാണ്. കൃത്യമായ ആസൂത്രിതമായ ഒരു കൊലപാതകം എന്ന് തന്നെയാണോ പോലീസിൻ്റെ കണ്ടെത്തൽ? മാത്രമല്ല, ഇത് കൊലപ്പെടുത്തുക എന്നൊരു ഉദ്ദേശത്തോടു കൂടി അവർ എത്തിയതാണോ, അതോ ഈ കവർച്ചയ്ക്കിടെ ഒരു ബലപ്രയോഗത്തിനിടെ നടന്ന കൊലപാതകമാണോ ഇത്? ഇതുമായി ബന്ധപ്പെട്ട ആദ്യഘട്ടത്തിൽ പോലീസ് തന്നെ വ്യക്തമാക്കിയത് കവർച്ചാ ശ്രമത്തിനിടെ നടത്തുന്ന കൊലപാതകമെന്നാണ്. പ്രത്യേകിച്ചും ഇവരെ ഒച്ചയുണ്ടാക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വായി പ്ലാസ്റ്ററും മറ്റും ഒട്ടിച്ചതും കൈകാലുകൾ കെട്ടിയിടുമൊക്കെ. അതിനിടയിൽ സംഭവിച്ചു പോയ മരണമാണ് എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. എന്നിരുന്നാലും മോഷണശ്രമത്തിനിടയിൽ നടന്ന കൊലപാതകമാണ്, മനഃപൂർവ്വമുള്ള കൊലപാതകം തന്നെയാണ്. അങ്ങനെ ഇവിടുന്ന് ഈ സ്ത്രീയുടെ കഴുത്തിൽ നിന്ന് 2 മാല കാണാതായ സാഹചര്യത്തിലാണ് പോലീസ് ഈ വീട്ടുജോലിക്കാരിയെ, അതായത് ഈ ഹോം നഴ്സായി നിന്ന് സുർജ റോക്കി എന്ന് പറയുന്ന നേപ്പാളി സ്വദേശിയായ സ്ത്രീയുമായി ബന്ധപ്പെട്ട അന്വേഷണം പുരോഗമിക്കുന്നതും CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ തന്നെ ഇതിൽ നിന്നും ഈ സ്ത്രീയെ 12:15 ഈ കുറ്റകൃത്യം നടക്കുന്നത് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ്. വെള്ളിയാഴ്ച രാത്രി 12:15 ഈ രാത്രി ഈ ആളുകൾക്ക്, ഈ വന്ന 2 ആളുകൾക്ക്, രാകേഷും ദിലീപുമാണ് ഇപ്പോൾ പിടിയിലായിട്ടുള്ളത്. ആ ആളുകൾക്കാണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവർക്ക് വേണ്ടി ഡോറ് തുറന്നു കൊടുക്കുന്നു. ഇവരകത്ത് വന്ന ശേഷമാണ് സ്വർണവും പണവും കവരുന്നതും. ഇവരിൽ നിന്നും ഈ പിടിയിലായിട്ടുള്ള ദിലീപ്, രാകേഷ് തുടങ്ങിയ 2 പേരിൽ നിന്നും പണവും ഈ നഷ്ടപ്പെട്ടിട്ടുള്ള സ്വർണവും കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടുണ്ട്. മറ്റുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്. എന്നിരുന്നാലും ആദ്യഘട്ടത്തിൽ തന്നെ പോലീസിന് ഈ സ്ത്രീയെ സംശയമുണ്ടായിരുന്നതായി വ്യക്തമല്ല. എന്നിരുന്നാലും CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് ഈ വളരെ വ്യക്തമായിട്ട് കുറ്റവാളികൾ ആര് എന്നുള്ള സൂചന പോലീസിന് ലഭിക്കുന്നതും അതിൽ വ്യക്തത വരുന്നതുമൊക്കെ. തുടർന്നാണ് ഈ ഹോം നഴ്സുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം പുരോഗമിക്കുന്നതും. അവരുടെ ഫോൺ അവിടെ തന്നെ ഉപേക്ഷിച്ച നിലയിലായിരുന്നു. അതായത് ഈ
ഈ അപ്പാർട്ട്മെന്റിന്റെ അടുത്ത് നിന്ന് തന്നെ ഫോൺ കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടുണ്ട്. ഇവരെ ട്രാക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ തന്നെ ഉപേക്ഷിച്ച് പോയിരുന്നതായിരിക്കാം. എന്തായാലും മറ്റു വഴികൾ കൂടി പോലീസ് തേടുന്നുണ്ട്. എന്തായാലും 8-അംഗ സംഘമാണ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുന്നത്. കോയമ്പത്തൂർ ഡെപ്യൂട്ടി കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് അന്വേഷണം നടത്തുന്നത്. വളരെ വേഗം തന്നെ അവർക്ക് ഈ പ്രതികളിലേക്ക് എത്താൻ കഴിഞ്ഞു. അതായത് മറ്റ് 2 പേരിലേക്ക്, സുർജ റോക്കി സഹായിച്ച മറ്റു 2 പേരിലേക്ക് എത്താൻ കഴിഞ്ഞു. ഇനി ഈ പറയുന്ന ഹോം നഴ്സിലേക്ക് കൂടി എത്തിയാലാണ് ഇതിൽ കുറ്റകൃത്യത്തിൽ എത്ര പേരുണ്ടായിരുന്നു എന്നുള്ള കാര്യം വ്യക്തമാവുകയുള്ളൂ. മാത്രമല്ല ഈ ദിലീപ്, രാകേഷ് എന്നീ ഈ പിടിയിലായിട്ടുള്ള 2 പ്രതികളെയും പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. അവരിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാനാകുമെന്നാണ് പോലീസിന്റെ പ്രതീക്ഷ. യെസ്, വ്യക്തമാണ്. കോയമ്പത്തൂരിലെ അതിക്രൂരമായ കൊലപാതകം, സ്വർണം അപഹരിക്കാൻ വേണ്ടിയായിരുന്നു. വീട്ടുജോലിക്കാരി നേപ്പാൾ സ്വദേശിനിയെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം ഒടുവിൽ ഇതിലേക്ക് എത്തിയത്. ഈ ക്രൂരമായ കൊലപാതകത്തിൻ്റെ ചുരുളഴിഞ്ഞത്. പക്ഷേ വീട്ടുജോലിക്കാരി ഇപ്പോഴും ഒളിവിലാണ്. 2 പേർ പിടിയിലായിട്ടുണ്ട്. കേസിൽ കൂടുതൽ പ്രതികളുണ്ട്. അവരെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. എറണാകുളം അങ്കമാലിയിൽ ബികോം വിദ്യാർത്ഥിയുടെ മരണത്തിനിടയായ വാഹനാപകടത്തിൽ പ്രതിയെ പിടികൂടുന്നതിൽ പോലീസിന് വീഴ്ച സംഭവിച്ചിട്ടില്ലെന്ന് ആലുവ ഡിവൈഎസ്പിയുടെ അന്വേഷണ റിപ്പോർട്ട്. നടപടിക്രമങ്ങൾ കൃത്യമായി പാലിച്ചു. പോലീസിന്റെ കണ്ണുവെട്ടിച്ച് കടന്നുകളഞ്ഞ പ്രതി സുരേഖ് ജോർജിനെ പിടികൂടാൻ കൃത്യമായി പരിശോധന നടത്തിയെന്നും അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. വിവരങ്ങളുമായി ഡാനി പോൾ ചേരുന്നു കൊച്ചിയിൽ നിന്ന്. ഡാനി, ഈയൊരു കേസിൽ പോലീസിന് മേലുണ്ടായ ഏറ്റവും വലിയ ആക്ഷേപം ഈ സംഭവം നടന്ന അപകടം ഉണ്ടായ ഉടൻ തന്നെ പ്രതിയെ പിടികൂടാൻ കഴിഞ്ഞില്ല. ഒരാഴ്ചയോളം എടുത്തു പ്രതിയിലേക്ക് അന്വേഷണം എത്താൻ, പ്രതിയെ പിടികൂടാൻ. അങ്ങനെ പോലീസ് ഈ പ്രതിയെ സംരക്ഷിക്കാൻ അല്ലെങ്കിൽ ഒളിപ്പോകാനുള്ള സാഹചര്യം ഒരുക്കിയെന്നായിരുന്നു തുടക്കം ഉയർന്നു വന്ന ആക്ഷേപം, വിമർശനങ്ങൾ. പക്ഷേ ഇത് പൂർണ്ണമായും തള്ളിക്കളയുന്നതാണല്ലോ ആലുവ ഡിവൈഎസ്പിയുടെ അന്വേഷണ റിപ്പോർട്ട്. എന്തൊക്കെയാണ് ആ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്? ടോം, ഇതിൽ പ്രധാനമായും പറയുന്നത് പോലീസ് ആവുന്നത്ര ശ്രമങ്ങൾ തുടക്കം മുതൽ തന്നെ നടത്തിയിരുന്നു എന്നതാണ്. അതായത് ഈ അപകടമുണ്ടായതിനു ശേഷം ഈ കാറ് നിർത്താതെ പോയിരുന്നു. ഇയാൾ ഒളിവിൽ പോയി എന്നത് തന്നെയാണ്. അപ്പോൾ അത് സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷം ഇയാൾക്ക് വേണ്ടി പലയിടങ്ങളിലായിട്ട് തെരച്ചിൽ നടത്തിയിരുന്നു. ഈ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചിരുന്നു. ഒപ്പം ഇയാളുടെ ഒപ്പമുണ്ടായിരുന്ന ആൾ സ്റ്റേഷനിലെത്തി മൊഴി നൽകുക സാഹചര്യമുണ്ടായിരുന്നു. ഇതിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചു. പരമാവധി തവണ ഇയാൾക്ക് വേണ്ടിയുള്ളൊരു അന്വേഷണങ്ങൾ തുടക്കത്തിൽ തന്നെ നടത്തിയിട്ടുണ്ട് എന്നതാണ് പോലീസ് പറയുന്നത്. ഈ പെൺകുട്ടിയുടെ അപകടത്തിൽ മരിച്ച വിദ്യാർത്ഥിനി ജസ്റ്റിയയുടെ കുടുംബം ഗുരുതരമായ ആക്ഷേപങ്ങളാണ് പോലീസിനെതിരെ ഉന്നയിച്ചിരുന്നത്. അതിന് അവർ പ്രധാനമായി പറഞ്ഞിരുന്നത് ഈ കാർ അപകടം ഉണ്ടായിട്ട് പിന്നീട് ഇങ്ങോട്ട് ഈ പ്രതിയെക്കുറിച്ച് യാതൊരു രീതിയിലുള്ള അന്വേഷണവും പോലീസ് നടത്തിയിരുന്നില്ല. തങ്ങളുടെ മകൾക്ക് ഇങ്ങനെയൊരു ദുർവിധി വന്നു. അതിനുശേഷം അവർ ചെയ്ത് കുട്ടിയുടെ അവയവങ്ങളടക്കം ദാനം ചെയ്യുന്ന വലിയ മഹത്തായ ആ രീതിയിലുള്ളൊരു കാരുണ്യ പ്രവൃത്തിയാണ് അവരുടെ ഭാഗത്തു നിന്നുണ്ടായത്. അങ്ങനെ അതുകൊണ്ട് മാത്രമാണ് ഈ ഒരു അപകടം ശ്രദ്ധിക്കപ്പെടുന്നത്. അല്ല എങ്കിൽ സാധാരണ രീതിയിലുള്ളൊരു അപകട മരണം എന്ന രീതിയിൽ തന്നെ അതും എഴുതത്തള്ളപ്പെടമായിരുന്നു. ആ ഒരു അവസ്ഥയിലേക്ക് പോകുമായിരുന്നു. ഇങ്ങനെ തങ്ങൾ ഈ ഒരു കാര്യങ്ങൾ ചെയ്തതോടുകൂടിയാണ് കൂടുതൽ ഇത് ശ്രദ്ധിക്കപ്പെടുന്നത്. പിന്നീട് പോലീസ് വലിയ രീതിയിലൊരു അന്വേഷണത്തിലേക്ക് കടക്കുകയാണ് ഉണ്ടായതെന്നാണ് ഒരു ഗുരുതരമായ ആക്ഷേപമായി പറയുന്നത്. അന്ന് പോലീസ് വേണ്ടത്ര ശുഷ്കാന്തി കാണിച്ചിരുന്നെങ്കിൽ പ്രതിക്ക് വേണ്ടി പിന്നീട് ലുക്കൗട്ട് നോട്ടീസ് അടക്കം പുറത്തിറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമായിരുന്നില്ല. വലിയ രീതിയിലുള്ളൊരു അന്വേഷണം അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാതിരുന്നത് കൊണ്ടാണ് ഇയാൾക്ക് കൂടുതൽ കാലം ഒളിവിൽ കഴിയാനായിട്ടെല്ലാം തന്നെ സാധിക്കുകയും ചെയ്തത്. ഏതാണ്ട് ഒരാഴ്ചയോളം എടുത്തു ഈ അപകടമുണ്ടായതിനു ശേഷം ഇയാൾ പിടിയിലാകുന്ന സാഹചര്യം ഉണ്ടാകാനായിട്ട്. ഈ സാഹചര്യത്തിൽ അത്രയും പോലീസിൻ്റെ ഉദാസീനതയാണ് എന്നതാണ് കുടുംബം ആക്ഷേപിച്ചിരുന്നത്. ഈ ആരോപണത്തെ തുടർന്നാണ് പിന്നീട് റൂറൽ എസ് പി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷണം നടത്താനായിട്ട് ആലുവ ഡിവൈഎസ്പിയെ ചുമതലപ്പെടുത്തിയത്. ആലുവ ഡിവൈഎസ്പിയുടെ അന്വേഷണത്തിലാണ് ഇപ്പോൾ അങ്കമാലി പോലീസിൻ്റെ ഭാഗത്തുനിന്ന് യാതൊരു രീതിയിലുള്ള വീഴ്ചകളും ഉണ്ടായിട്ടില്ല എന്ന റിപ്പോർട്ട് വന്നിരിക്കുന്നത്. ഈ റിപ്പോർട്ട് SP-ക്ക് സമർപ്പിച്ചിരിക്കുന്നു. പ്രധാനമായും അതിൽ ചൂണ്ടിക്കാണിക്കുന്നത് കൃത്യവിലോപമൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. പ്രതിയെ സഹായിക്കുന്ന രീതിയിലുള്ള ഒരിടപെടലും പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നത് പറയുമ്പോൾ തന്നെയും അതിൽ ചൂണ്ടിക്കാണിക്കുന്നത് കൃത്യമായ രീതിയിലുള്ള ഒരു ഇടപെടൽ തുടക്കം മുതൽ തന്നെ പോലീസ് ഈ കേസിൽ നടത്തിയിരുന്നു എന്നതാണ്.
പ്രതിയെ കണ്ടെത്തുന്നതിന് വേണ്ടി പരിശ്രമിച്ചു എന്നതാണ്. വാഗമണിലടക്കം പിന്നീട് പ്രതിയെ വാഗമണിൽ തന്നെയാണ് കണ്ടുകിട്ടിയത്. അപ്പോൾ അങ്ങനെ ഒരു ചെറിയ സൂചനകൾ ഉണ്ടായിരുന്നു. ആ സൂചനകൾ പ്രകാരം വാഗമണിൽ അന്വേഷിക്കുകയും പരിശോധന നടത്തുകയും എല്ലാം തന്നെ ചെയ്തു. എന്നാൽ പ്രതിയെ ആ ഘട്ടത്തിൽ കണ്ടെത്താനായിട്ട് സാധിച്ചിരുന്നില്ല എന്നതാണ് അവർ പറയുന്നത്. പ്രതി ഒളിവിൽ പോയതുകൊണ്ട് തന്നെയാണ് ഇത് ഉണ്ടായതെന്ന് പറയുന്നു. പിന്നീട് ഈ കേസുമായി ബന്ധപ്പെട്ട് നടന്നത് നമുക്കറിയാം. വാഗമണിൽ ഒരു റിസോർട്ടിൽ ഒറ്റയ്ക്ക് ഇയാൾ താമസിക്കുകയായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന റിസോർട്ട് ഉടമയ്ക്ക് തോന്നിയ ഒരു സംശയമാണ് പിന്നീട് പോലീസിൽ അറിയിക്കുകയും ഇയാളെ പിടികൂടുകയും ചെയ്തു. അങ്ങനെ ഒരു സംശയം ഉടലെടുത്തില്ലായിരുന്നെങ്കിൽ പോലീസിൻ്റെ അന്വേഷണം എവിടെ എത്തുമായിരുന്നു എന്നതെല്ലാം തന്നെ പിന്നീടുണ്ടായിരുന്ന ചോദ്യങ്ങൾ തന്നെയാണ്. ഏതായാലും പോലീസ് ഇയാളെ സഹായിക്കാൻ വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. യാതൊരു രീതിയിലുള്ള കൃത്യവിലോപവും പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നതാണ് ആലുവ ഡിവൈഎസ്പി നൽകിയ റിപ്പോർട്ടിൽ പറയുന്നത്. ടോം. യെസ് ഡാനി, എന്തായാലും ഈ ഒരു കേസ് ഇത്രയധികം വാർത്താ പ്രാധാന്യം നേടുക തന്നെ ഇത് വാഹനം ഇടിച്ച ശേഷം വാഹനം ഓടിച്ചയാൾ ഡ്രൈവർ രക്ഷപ്പെട്ടതാണ്. പക്ഷെ പിന്നീടാണ് ഈ വാഹന ഉടമ വാഹനം ഓടിച്ചയാൾ ഡോക്ടറാണെന്ന്, മറ്റുള്ളവരുടെ ജീവൻ രക്ഷിക്കേണ്ട ഉത്തരവാദിത്തമുള്ളൊരു വ്യക്തിയാണെന്ന് മനസ്സിലാകുന്നത്. അതോടുകൂടി ഈ ഒരു കേസിൻ്റെ സ്വഭാവം തന്നെ മാറുന്നു. പ്രതിയെ കണ്ടെത്തണം, അതിനുവേണ്ടിയുള്ള മുറവിളി ഉയരുന്നു, പ്രതിഷേധമുയരുന്നു. പിന്നീട് പോലീസിന് മേൽ വലിയ സമ്മർദ്ദമായി. പോലീസ് ഈ പ്രതി സിറിയക് ജോർജ്, ഡോക്ടർ സിറിയക്ക് ഒളിവിൽ കഴിഞ്ഞിരുന്ന വാഗമണിലെ റിസോർട്ടിൽ നിന്നും പ്രതിയെ പിടികൂടുന്നു. അങ്ങനെ അതിവേഗത്തിൽ തന്നെ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഇടപെടലുകളുണ്ടായി. അതിനുശേഷം ഈ കേസിൻ്റെ അന്വേഷണം ഇപ്പോൾ ഏത് ഘട്ടത്തിലാണ്? ടോം, ഇതിൽ മറ്റൊന്നും ഇതിൽ അന്വേഷിക്കാനില്ല. കാരണം ഇതിൽ ഇയാളുടെ ഭാഗത്തു നിന്നുള്ള വീഴ്ചകൾ സംബന്ധിച്ച് ഇയാളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ഇനിയിപ്പോൾ റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. അയാളുടെ ഒരു കസ്റ്റഡി അപേക്ഷ അടക്കം പോലീസ് സമർപ്പിച്ചിട്ടുണ്ട്. അതിൽ പോലീസ് ഇനി ആവശ്യമെങ്കിൽ ഇയാളെ ഒന്നുകൂടി ചോദ്യം ചെയ്യാനടക്കമുള്ള കാര്യം നിൽക്കുന്നുണ്ട്. കാരണം ഇയാൾ മദ്യം ഉപയോഗിച്ചിരുന്നു എന്നതടക്കമുള്ള കാര്യം, അല്ലെങ്കിൽ ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചിരുന്നു എന്നൊരു സംശയം നിലനിൽക്കുന്നുണ്ടായിരുന്നു. ഇയാൾ നൽകിയ പോലീസിൽ മൊഴിയിൽ പറയുന്നത് താൻ മനഃപൂർവ്വമായ ഒന്നും തന്നെ ചെയ്തിട്ടില്ല, അതിൽ അപകടം സംഭവിച്ചു പോയതാണ്, വേഗതയുണ്ടായിരുന്നു, അപകടം സംഭവിച്ചു പോയതാണ്, പേടിച്ചിട്ടാണ് താൻ ഒളിവിൽ പോയതെന്നതെല്ലാം തന്നെ ഇയാൾ പോലീസിനോട് സമ്മതിച്ചിരിക്കുന്നു. അതുകൊണ്ട് അന്വേഷണത്തിൽ ഇനി ഒരുപാട് മുന്നോട്ട് പോകേണ്ട കാര്യങ്ങളില്ല. ഇനി കൂടുതൽ കണ്ടെത്താനായിട്ട് ഒന്നും തന്നെയില്ല. ഇതിൻ്റെ ഒരു കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നടപടിക്രമങ്ങൾ എല്ലാം തന്നെ പൂർത്തിയാക്കേണ്ടതുണ്ട്. അതാണ് നമുക്ക് സ്വാഭാവികമായും ഉയർന്നു വരുന്നൊരു ചോദ്യമുണ്ട്. ഒരു വാഹനാപകടം ഉണ്ടാകാം, സാധാരണ അബദ്ധത്തിലാകാം. അങ്ങനെയെങ്കിൽ വാഹനം നിർത്തി അവരെ ആശുപത്രിയിൽ കൊണ്ടുപോകാനുള്ള, ഈ പരിക്കേറ്റവരെ ആശുപത്രിയിൽ കൊണ്ടുപോകാനുള്ള ഒരു സാമാന്യ മര്യാദയെങ്കിലും കാണിക്കണം. പക്ഷേ ഇവിടെ ഈ പ്രതി സാധാരണഗതിയിൽ വാഹനം നിർത്താതെ പോകുന്നത് അവർ മദ്യപിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ഒരു മദ്യലഹരിയിലാണെങ്കിലാണ് നിർത്താതെ പോകാറുള്ളത്. അത്തരമൊരു സംശയം പോലീസിനുണ്ടോ? അതുമായി ബന്ധപ്പെട്ട് ഈ പ്രതിയോട് കാര്യങ്ങൾ ആരാഞ്ഞിരുന്നോ? പ്രതിയിൽ നിന്ന് ഈ ഡോക്ടർ സിറേക്കിൽ നിന്ന് എടുത്ത മൊഴി പ്രകാരം താൻ ലഹരി ഉപയോഗിച്ചിട്ടില്ല എന്നതെല്ലാമാണ് ഇയാൾ ആദ്യഘട്ടത്തിൽ പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്. അത് തുടക്കത്തിലുണ്ടായ ഒരു പരിഭ്രാന്തി, എന്ത് സംഭവിച്ചു എന്നതറിയില്ല, ആ ഒരു പരിഭ്രാന്തി ഉണ്ടായിരുന്നു. അതിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ കാർ അവിടെ നിന്ന് കടന്നു കളഞ്ഞതെന്നെല്ലാം തന്നെയാണ് പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്. എങ്കിൽ കൂടിയും പോലീസിന് ഇത് ഒരു ഉറപ്പ് വരുത്തേണ്ടതുണ്ട്, എന്തായിരുന്നു സംഭവിച്ചിരുന്നതെന്ന് അടക്കം. കാരണം ഒരു രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമം പോലും ഇവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാതെ അവിടെ നിന്ന് കടന്നു കളയുകയായിരുന്നു. അത് ഇനിയിപ്പോൾ ഈ പിടിക്കപ്പെട്ടാൽ അത് ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ തെളിയുമോ എന്നത് അങ്ങനെയൊരു സംശയം പൊതുവിൽ തന്നെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ ഇനിയിപ്പോൾ ഒരാഴ്ച കഴിഞ്ഞാണ് ഇയാളെ പിടികൂടുകയെല്ലാം ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഇനി എന്താണ് പരിശോധനകൾ നടത്താനുള്ളത് എന്നതാണ് ഇനി അറിയേണ്ടത്. കാരണം ഇത്തരം ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചിരുന്നെങ്കിൽ, ഇപ്പോൾ മദ്യം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇത്രയും ദിവസത്തിന് ശേഷം അത് തെളിയിക്കപ്പെടുക എന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. മറ്റേതെങ്കിലും സിന്തറ്റിക് ലഹരിയോ മറ്റോ ഉപയോഗിച്ചതായിട്ട് ഏതെങ്കിലും രീതിയിലുള്ള സംശയങ്ങളുണ്ടെങ്കിൽ ഒരുപക്ഷെ അതിന് അത്തരം ചില പരിശോധനകൾ വീണ്ടും നടത്താൻ കഴിയാവുന്നതുമാണ്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും രീതിയിലുള്ള പരിശോധനകൾ പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടോ എന്നതെല്ലാമാണ് ഇനി അറിയേണ്ടത്. കസ്റ്റഡിയിൽ ഇവരെ ആവശ്യപ്പെടുന്നുണ്ട്, നടപടികൾ പൂർത്തിയാക്കേണ്ടതുണ്ട്, തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. അതിൻ്റെ ഭാഗമായ ഒരുപക്ഷെ ഈ രീതിയിലുള്ള പരിശോധനകളും നടന്നേക്കാം. വ്യക്തമാണ്. കൊച്ചിയിൽ നിന്ന് ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്. അങ്കമാലിയിൽ വിദ്യാർത്ഥിനിയെ വാഹനമിടിപ്പിച്ച്
കൊലപ്പെടുത്തിയ കേസിൽ, വാഹനാപകടത്തിൽ ഒരു വിദ്യാർത്ഥിനി മരിച്ച കേസിൽ പോലീസിൻ്റെ ഭാഗത്ത് പ്രതിയെ പിടികൂടുന്നതിൽ യാതൊരു വീഴ്ചയും ഉണ്ടായിട്ടില്ല എന്നാണ് ഡിവൈഎസ്പിയുടെ അന്വേഷണ റിപ്പോർട്ട്. മറ്റ് നടപടികൾ, അതായത് പ്രതി ഇനി ലഹരി ഉപയോഗിച്ചിട്ടുണ്ടോ, അത്തരം കാര്യങ്ങൾ കണ്ടെത്തണം. അതിനുവേണ്ടി പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങാനുള്ള നീക്കത്തിലാണ് അന്വേഷണ സംഘം. തിരുവനന്തപുരം വർക്കലയിൽ വിദേശ വനിതയെ ഇടിച്ച ശേഷം നിർത്താതെ പോയ വാഹനത്തിനായി പോലീസ് തെരച്ചിൽ. സ്പോട്ട് ലൈവ് തുടരുന്നു. തിരുവനന്തപുരം വർക്കലയിൽ വിദേശ വനിതയെ ഇടിച്ച ശേഷം നിർത്താതെ പോയ വാഹനത്തിനായി പോലീസ് അന്വേഷണം തുടങ്ങി. ഫ്രാൻസ് സ്വദേശി 63-കാരിയായ ക്രിസ്റ്റീൻ എമിലിക്കാണ് അപകടത്തിൽ ഗുരുതര പരിക്കേറ്റത്. വർക്കല താലൂക്ക് ആശുപത്രിക്ക് സമീപമായിരുന്നു അപകടം. പരിക്കേറ്റ സ്ത്രീ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. അപകടമുണ്ടാക്കിയ വാഹനത്തിന്റെ CCTV ദൃശ്യം പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി എസ് അഭിലാഷ് ചേരുന്നു. അഭിലാഷ്, ഒരു വിദേശ വനിതയാണ് വാഹനം ഇടിച്ച ശേഷം, വർക്കലയിൽ വെച്ച് വാഹനം ഇടിച്ച ശേഷം നിർത്താതെ പോയത്. വാഹനത്തിൻ്റെ CCTV ദൃശ്യങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ആ ദൃശ്യങ്ങളിൽ വാഹനത്തിൻ്റെ നമ്പർ വ്യക്തമാണോ? വാഹനത്തെക്കുറിച്ച് കൃത്യമായ സൂചനയുണ്ടോ? കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ അമിത വേഗതയിലെത്തിയ വാഹനം ഇടിച്ച് ഈ വിദേശ വനിതയ്ക്ക് പരിക്കേറ്റത്. ഈ വർക്കല താലൂക്ക് ആശുപത്രിക്ക് സമീപം വെച്ചായിരുന്നു ഈ അപകടം ഉണ്ടായത്. പ്രദേശത്തുണ്ടായിരുന്ന നാട്ടുകാരാണ് ഇവരെ ആശുപത്രിയിൽ എത്തിച്ചത്. എന്നാൽ ആ സമയം ഇടിച്ച വാഹനം ഏതാണെന്ന് കണ്ടെത്താനോ മറ്റും നാട്ടുകാർക്കോ അല്ലെങ്കിൽ പോലീസിനോ കഴിഞ്ഞിരുന്നില്ല. എന്നാൽ തുടർന്ന് CCTV ദൃശ്യങ്ങൾ പോലീസ് ശേഖരിക്കുകയും അത് വെച്ച് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു. എന്നാൽ വാഹനം ഒരു ഇരുചക്ര വാഹനമാണ് അപകടത്തിനിടയാക്കിയതെന്ന് മാത്രമാണ് നിലവിൽ പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത്. അമിത വേഗതയായിരുന്നു പറയുന്നു. അതുകൊണ്ട് തന്നെ വാഹനത്തിന്റെ നമ്പർ പ്ലേറ്റ് ഉൾപ്പെടെ കൃത്യമായി കാണാവുന്ന തരത്തിലുള്ള CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടില്ല. എന്തായാലും ആ മേഖലയിലാകെയുള്ള CCTV ദൃശ്യങ്ങൾ കൂടുതൽ ശേഖരിച്ച് അന്വേഷണം നടത്താനുള്ള ശ്രമത്തിലാണ് പോലീസ്. ഈ വനിത ഇപ്പോഴും തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. അപകടനില തരണം ചെയ്തിട്ടുണ്ട് എന്നാണ് ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്ന വിവരം. തീർച്ചയായും ഈ അപകടം നടക്കുന്ന സമയത്ത് ഈ വിദേശ വനിത തനിച്ചായിരുന്നോ, അതാ മറ്റാരെങ്കിലും ഇവർക്കൊപ്പം മറ്റാരെങ്കിലും ഉണ്ടായിരുന്നോ? വാഹനത്തെക്കുറിച്ച് എന്തെങ്കിലും സൂചനകളുണ്ടോ? ഇതെങ്ങനെയാണ് അപകടം പറ്റിയത്? ഈ വാഹനത്തിൻ്റെ അമിത വേഗതയോ ഡ്രൈവറുടെ അശ്രദ്ധയോ ആണോ? ക്രിസ്റ്റീൻ എമിലി എന്ന വിദേശ വനിത പാപനാശം ബീച്ചിലായിരുന്നു തങ്ങിയിരുന്നത്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ഇവർ പാപനാശത്തെത്തിയത്. ഈ പാപനാശം ബീച്ചിൽ നിന്നും വർക്കല ടൗണിലേക്ക് വരുന്ന വഴിയിലാണ് വർക്കല താലൂക്ക് ആശുപത്രി. വർക്കല താലൂക്ക് ആശുപത്രിക്ക് സമീപം വെച്ചായിരുന്നു ഈ അപകടം. ഈ സമയം നല്ല വാഹന തിരക്ക് ഈ ഭാഗത്തുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ശബ്ദം കേട്ട് ആൾക്കാർ നോക്കുമ്പോഴേക്കും, പ്രദേശം ഉണ്ടാകുന്നവർ നോക്കുമ്പോഴേക്കും ഇടിച്ചിട്ട വാഹനം ഏതാണ് എന്ന് പോലും തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിലായിരുന്നു. ഇവരോടൊപ്പം വേറെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. ഈ നാട്ടുകാരാണ് ഇവരെ വർക്കല ുള്ള സ്വകാര്യ ആശുപത്രിയിലേക്ക് ഉടൻ തന്നെ എത്തിച്ചത്. എന്തായാലും ഈ വാഹനം ഒരു ഇരുചക്ര വാഹനമായിരുന്നുവെന്നും ഇത് അമിത വേഗതയിലാണ് ഈ വാഹനം സഞ്ചരിച്ചതെന്നും പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട്. എന്നാൽ ഈ വാഹനത്തിന്റെ നമ്പർ പ്ലേറ്റ് ലഭിക്കാത്തത് കൊണ്ട് തന്നെ ഈ വാഹനം ആരുടെ ഉടമസ്ഥയിലുള്ളതാണെന്നുള്ള വിവരം പോലും പോലീസിന് ഇനിയും ലഭ്യമായിട്ടില്ല. എന്തായാലും ഉടൻ തന്നെ ഇത് കണ്ടെത്തുമെന്നുള്ളതാണ് പോലീസ് പറയുന്നത്. ഈ സ്ത്രീയുടെ, വിദേശ വനിതയുടെ ആരോഗ്യനില ഇപ്പോൾ എങ്ങനെയാണ്? കാരണം ഗുരുതരമായി പരിക്കേറ്റിരുന്നു. വലിയ അമിത വേഗത്തിലെത്തിയ വാഹനമാണ് ഇടിച്ചത്. സ്വാഭാവികമായും ആ ഇടിയുടെ ആഘാതത്തിൽ വലിയ രീതിയിലുള്ള ക്ഷതം അവർക്കുണ്ടായി കാണും. ഇവിടെയാണ് പരിക്കേറ്റതെന്ന് വ്യക്തമായിട്ടുണ്ടോ? എന്താണ് അവരുടെ ആരോഗ്യനില ഇപ്പോൾ? പരിക്കേറ്റ ഉടൻ തന്നെ ഇവരെ വർക്കല സ്വകാര്യ മിഷൻ ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചത്. അവിടെ നിന്ന് പരിക്ക് ഗുരുതരമാണെന്നും ഇവർക്ക് തലയ്ക്ക് ഉൾപ്പെടെ പരിക്കേറ്റിട്ടുണ്ട്. പരിക്ക് ഗുരുതരമാണെന്ന് കണ്ടതുകൂടി മാത്രമല്ല, വിദേശ വനിത ആയതോടുകൂടി ഇവർ ആശുപത്രി ജീവനക്കാർ ഇവരെ തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കാണ് റഫർ ചെയ്തത്. എന്നാൽ ഇവരാണ് സ്വകാര്യ ആശുപത്രി, തിരുവനന്തപുരത്ത് തന്നെയുള്ള സ്വകാര്യ ആശുപത്രിയിലേക്ക് പോയതെന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. എന്തായാലും അപകടനില തരണം ചെയ്തു എന്നാണ് ഈ ആശുപത്രി വൃത്തങ്ങൾ പോലീസിനെ ഇൻഫോം ചെയ്തിട്ടുള്ളതെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. വ്യക്തമാണ്. അഭിലാഷാണ് വിവരങ്ങൾ നൽകിയത്. വർക്കലയിൽ വെച്ച് കഴിഞ്ഞ ദിവസമാണ് വിദേശ വനിതയെ വാഹനം ഇടിച്ച് തെറിപ്പിച്ചത്. അതിനുശേഷം നിർത്താതെ പോയ വാഹനത്തിന് വേണ്ടി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടക്കുന്നത്. കൊല്ലം പൂയപ്പള്ളിയിൽ 12-കാരിയെ പീഡിപ്പിച്ച കേസിൽ 56-കാരൻ അറസ്റ്റിൽ.
ഓയൂർ സ്വദേശി രാജുവാണ് പിടിയിലായത്. കേസിൽ ഒളിവിലായിരുന്ന പ്രതിയെ തെങ്കാശിയിൽ നിന്നാണ് പിടികൂടിയത്. പെൺകുട്ടിയുടെ വീട്ടിൽ ആളില്ലെന്ന് മനസ്സിലാക്കിയായിരുന്നു അതിക്രമം. വിവരങ്ങളുമായി എസ് വിനീഷ് ചേരുന്നു. വിനീഷ്, കേസിനാസ്പദമായ സംഭവം നടന്നത് എന്നാണ്? എങ്ങനെയായിരുന്നു പീഡനം? ഈ പ്രതി രാജു ഈ പെൺകുട്ടിയുടെ കുടുംബവുമായി അടുപ്പമുള്ള ആളാണോ, അല്ലെങ്കിൽ അയൽവാസിയോ മറ്റോ ആണോ? കഴിഞ്ഞ ദിവസമാണ് ഈ ഒരു സംഭവം പുറത്തറിയുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് പുയപ്പള്ളി പോലീസാണ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചത്. തെങ്കാശിയിൽ, തമിഴ്നാട് തെങ്കാശിയിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന പ്രതിയെ സിഐയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം അവിടെ എത്തുകയും കൈയോടെ പിടികൂടുകയുമായിരുന്നു. പ്രതിക്ക് 56 വയസ്സാണ് പ്രായം. പെൺകുട്ടിക്ക് 12 വയസ്സ് മാത്രമേ ഉള്ളൂ. നിലവിൽ പോക്സോ കേസ് പ്രകാരമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് പറയുന്നത് ഇങ്ങനെയാണ്: ഈ കുടുംബവുമായിട്ട് പ്രതിക്ക് യാതൊരു ബന്ധവുമില്ല. ഈ പ്രതി പലതവണ ഈ വീട്ടിന്റെ അടുത്തുകൂടെ ജോലി സംബന്ധമായ കാര്യങ്ങൾക്കൊക്കെ പോകാറുണ്ടായിരുന്നു. അങ്ങനെ ഈ കുട്ടിയുമായി പരിചയത്തിലേർപ്പെടുന്നു. ഈ പരിചയം മുതലെടുത്താണ് ഈ കുട്ടിയെ ആളില്ലാത്ത സമയത്ത് വീട്ടിലെത്തുകയും ക്രൂരമായി പീഡനത്തിനിരയാക്കുകയും ചെയ്തതെന്നാണ് പോലീസിന് ഈ പെൺകുട്ടി മൊഴി നൽകിയിരിക്കുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് ഈ 56-കാരനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്ത സാഹചര്യവുമുണ്ട്. ഇത്തരം കേസുകൾ ജില്ലയിൽ തന്നെ ഈ പോക്സോ കേസുകൾ വർദ്ധിച്ചു വരുന്നത് വളരെ ആശങ്ക ഉള്ളൊരു സംഭവം തന്നെയാണ്. മുൻപും സമാനമായ പല കേസുകളും നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ജില്ലയിൽ അവസാനമായി വന്നൊരു കേസാണ് ഇത്. വളരെ ഗൗരവത്തോടെ തന്നെ കാണേണ്ട ഒരു വിഷയം കൂടിയാണ് ഈ പോക്സോ കേസുകൾ ഇങ്ങനെ വർദ്ധിച്ചു വരുന്നത്. എന്തായാലും സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം നടത്തി പ്രതിയെ പിടികൂടി എന്നുള്ളത് ആശ്വാസകരമായ കാര്യം കൂടിയാണ് ഇപ്പോൾ. തീർച്ചയായും, കാരണം ഒരു കൃത്യമായ ആസൂത്രണത്തോടെ പെൺകുട്ടിയുടെ വീട്ടിൽ ആളില്ലെന്ന് മനസ്സിലാക്കി അവിടെ അതിക്രമിച്ച് കയറി 12-കാരിയെ ലൈംഗികമായി ചൂഷണം ചെയ്യുന്നു. അതിനുശേഷം ഇയാൾ ഒളിവിൽ പോവുകയാണ് ഉണ്ടായത്. ഇത്തരമൊരു ക്രിമിനൽ പശ്ചാത്തലമുള്ള, ലൈംഗിക വൈകൃതമുള്ള വ്യക്തിയാണോ പിടിയിലായ രാജു? കാരണം ഇങ്ങനെ ഒരു കൊച്ചുകുട്ടികളെ ലൈംഗികമായി ചൂഷണം ചെയ്യണമെങ്കിൽ ഇയാൾക്ക് മറ്റേതെങ്കിലും രീതിയിലുള്ള ലൈംഗിക വൈകൃതം ഉണ്ടാകും, മറ്റേതെങ്കിലും ഒരു ക്രിമിനൽ പശ്ചാത്തലം ഉണ്ടാകും. അത് കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷിക്കുന്നുണ്ടോ? തീർച്ചയായും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. പ്രതിയെ പിടികൂടാൻ സാധിച്ചു എന്നുള്ളത് തന്നെ വളരെ ആശ്വാസകരമാണ്. പെൺകുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് കേസെടുത്തത്. അതുപോലെ തന്നെ ഈ പ്രതിയെ പിടികൂടാൻ പ്രാഥമികമായിട്ടുള്ള അന്വേഷണം നടത്തിയപ്പോൾ യാതൊരു തുമ്പും കിട്ടിയില്ല. അങ്ങനെയാണ് പ്രതി ഒളിവിൽ കഴിയുന്നു എന്നുള്ള ചില രഹസ്യ വിവരങ്ങൾ പോലീസിന് ലഭ്യമായത്. പ്രതിയുടെ ചില സുഹൃത്തുക്കളിലൂടെയാണ് ആ ഒരു വിവരവും കിട്ടിയതെന്നാണ് അറിയുന്നത്. എന്നാലും ഈ നമുക്കറിയാം, തമിഴ്നാട് അതിർത്തിയുമായി പങ്കിടുന്ന ഒരു പ്രദേശവും കൂടിയാണ് നമ്മുടെ ഈ കിഴക്കൻ മലയോര മേഖല. അപ്പോൾ അത്തരത്തിൽ പോയി രക്ഷപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിയാണ് പോലീസ് അങ്ങനെ ഒരു അന്വേഷണം നടത്തിയത്. എന്തായാലും തെങ്കാശിയിൽ നിന്നാണ് പ്രതിയെ പിടികൂടിയത്. ഒളിവിൽ കഴിയുകയായിരുന്നു അവിടെ. അപ്പോൾ പോലീസ് കൃത്യമായിട്ട് ചെയ്ത്, അതായത് ഒരു അന്വേഷണ സംഘം തന്നെ രൂപീകരിച്ചു. അങ്ങനെ പ്രതിയെ പിടികൂടാൻ സാധിച്ചു. പ്രതിക്ക് മുൻപ് മറ്റ് കേസുകളൊന്നും തന്നെ ഇല്ല എന്നാണ് അറിയുന്നത്. ടോം സൂചിപ്പിച്ചതുപോലെയുള്ള ലൈംഗിക വൈകൃതങ്ങളുണ്ടോ എന്നതെല്ലാം പോലീസ് അന്വേഷിക്കുന്നുണ്ട്. എന്നാൽ ഈ 12 വയസ്സുകാരിയോട് ചെയ്തത് അങ്ങേയറ്റം വലിയൊരു ക്രൂരതയാണ്. സൗഹൃദം നടിച്ച് അല്ലെങ്കിൽ പ്രണയം നടിച്ച്, പ്രണയമൊന്നും നമുക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല. 56 വയസ്സ് പ്രായമാണ് ഈ പ്രതിക്കുള്ളത്. ഈ ചില സൗഹൃദം, ചില വാത്സല്യം നടിച്ചാവാം ഒരു പക്ഷേ. അങ്ങനെ അത്തരം ചില രീതികളുണ്ട് ചില പ്രതികൾക്ക്, അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് അത്തരം രീതികളുണ്ട്. അപ്പോൾ അതിൽ വീഴുന്ന ചില പെൺകുട്ടികളുണ്ട്. അവരുടെ ചില വാത്സല്യം അഭിനയിച്ച് അടുത്തുകൂടും. അതൊക്കെ പോലീസ് അപ്പോഴും ചില സ്കൂളുകളിൽ തന്നെ ഇത്തരത്തിലുള്ള ബോധവൽക്കരണങ്ങൾ അടക്കം നടത്താറുണ്ട്. ഇതെല്ലാം കുട്ടികൾ കേൾക്കുന്നതുമാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇത്തരം കുറ്റകൃത്യങ്ങൾ നടത്തുന്നവരുടെ എണ്ണം കൂടുന്നത് കൊണ്ടാണ് പല സ്കൂളുകൾ കേന്ദ്രീകരിച്ച് ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ ബോധവൽക്കരണ ക്യാമ്പുകളെല്ലാം തന്നെ നടത്തി വരുന്നതും. അപ്പോൾ ആ ബോധവൽക്കരണ ക്യാമ്പുകൾ പലപ്പോഴും പല പോക്സോ കേസുകളും പുറത്തു വരുന്നത് സ്കൂളിലെ കൗൺസിലിംഗിലാണ്. കാരണം ഇതുപോലുള്ള ലൈംഗിക അതിക്രമങ്ങളെ നേരിടാൻ കൊച്ചുകുട്ടികൾ കഴിഞ്ഞെന്ന് വരില്ല. കാരണം പേടി കാരണം, അല്ലെങ്കിൽ ഭീഷണി കാരണം പലരും പുറത്തു പറയില്ല. ഈ പെൺകുട്ടി എങ്ങനെയാണ് ഈ സംഭവം പുറത്തു പറഞ്ഞത്? ഈ കുടുംബത്തെ അറിയിക്കുകയായിരുന്നോ, അതോ സ്കൂളിലെ കൗൺസിലിംഗിലാണോ ഈ പീഡന വിവരം പുറത്തു വരുന്നത്?
ടോം, ഈ സംഭവത്തിന് ശേഷം പെൺകുട്ടി ഇത് വീട്ടിൽ പറഞ്ഞിരുന്നില്ല. കാരണം പേടിച്ചിട്ടാവാം ഒരുപക്ഷെ ഈ കുട്ടി ഇത് വെളിപ്പെടുത്താഞ്ഞതെന്നാണ് അറിയുന്നത്. അപ്പോൾ മാതാപിതാക്കൾക്ക് ഈ കുട്ടിയുടെ പെരുമാറ്റത്തിൽ ചില സംശയങ്ങൾ തോന്നിയിരുന്നു. അങ്ങനെയാണ് അവർ അധ്യാപകരെ വിവരം അറിയിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും അധ്യാപകർ സ്കൂളിൽ നടത്തിയ ചില കൗൺസിലിങ്ങിലൂടെയൊക്കെയാണ് പെൺകുട്ടി ഈ ഒരു പീഡന വിവരം വെളിപ്പെടുത്തിയതെന്നാണ് അറിയുന്നത്. അങ്ങനെ എന്തായാലും ശിശുക്ഷേമ സമിതി അടക്കം ചൈൽഡ് വെൽഫെയർ സൊസൈറ്റി അടക്കം ഈ ഒരു വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. എന്തായാലും പ്രതിയെ പിടികൂടാൻ സാധിച്ചു. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിട്ട് പോക്സോ അടക്കം വകുപ്പുകൾ ചുമത്തിയാണ് അപ്പോൾ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തത്. വ്യക്തമാണ്. വിനീഷാണ് വിവരങ്ങൾ നൽകിയത്. കൊല്ലത്ത് ആണ് 12-കാരിയെ പീഡിപ്പിച്ച കേസിൽ 56-കാരൻ അറസ്റ്റിലായത്. സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ പ്രതിയെ തെങ്കാശിയിൽ നിന്നാണ് പോലീസ് പിടികൂടിയത്. സ്പോട്ട് ലൈവിന് പരിശോധിക്കുന്നത് കോഴിക്കോട് മുക്കത്ത് ഹോട്ടലിൽ നടന്ന മോഷണ കേസാണ്. മുക്കം അരീക്കോട് പാലത്തിന് സമീപം പ്രവർത്തിക്കുന്ന പുഴയോര ഹോട്ടലിലാണ് ഇന്നലെ പുലർച്ചെ മോഷണം നടന്നത്. ഹോട്ടലിന്റെ മുൻവാതിൽ തകർത്താണ് മോഷ്ടാക്കൾ അകത്ത് കയറിയത്. 5000-ലേറെ രൂപ നഷ്ടമായി. മോഷണത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. വിവരങ്ങളുമായി ഗുലാം നബി ആസാദ് ചേരുന്നു മുക്കത്ത് നിന്ന്. ആസാദ്, ഈ മുക്കത്ത് ചെറിയ ഇടവേളയ്ക്ക് ശേഷമാണ് വീണ്ടും ഇതുപോലുള്ള മോഷണ കേസുകൾ ഉണ്ടാകുന്നത്. ഈ CCTV ദൃശ്യങ്ങളിൽ നിന്ന് എന്താണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? ഒരാൾ മാത്രമാണോ ഈ മോഷണത്തിൽ ഈ കൃത്യത്തിൽ പങ്കെടുത്തിട്ടുള്ളത്, അതോ ഈ മോഷണ സംഘത്തിൽ കൂടുതൽ ആളുകളുണ്ടോ? നിലവിൽ നമുക്ക് ലഭിച്ച CCTV ദൃശ്യം പ്രകാരം ഒരാളാണ് ഈ മോഷണത്തിന് പങ്കെടുത്തത് എന്നാണ് തിരിച്ചറിയാൻ കഴിയുന്നത്. ഇന്ന് പുലർച്ചെ 4:30 മണിയോടുകൂടിയാണ് ഈ മോഷണം നടന്നത്. പുലർച്ചെ ഈ മുക്കം പാലത്തിന് സമീപത്തുള്ള പുഴയോരം ഹോട്ടലിന്റെ മുൻവശത്തെത്തിയ മോഷ്ടാവ് ഒന്ന് നിരീക്ഷിച്ചതിന് ശേഷം ഹോട്ടലിന്റെ മുൻവശത്തുള്ള ഡോർ തകർത്ത് അകത്ത് കയറുകയായിരുന്നു. അകത്ത് കയറിയതിനു ശേഷം ക്യാഷ് കൗണ്ടറിന്റെ ഭാഗത്തേക്ക് വന്ന് കൗണ്ടറുകളെല്ലാം പരിശോധിച്ചതിന് ശേഷം ഈ ക്യാഷ് കൗണ്ടറിന്റെ ലോക്ക് പൊട്ടിച്ച് അതിനകത്തു നിന്നുള്ള ക്യാഷ് പണം എടുക്കുകയാണ് ചെയ്തത്. കൂടാതെ ഈ ക്യാഷ് കൗണ്ടറിന്റെ മുകളിലുണ്ടായിരുന്ന ഭണ്ഡാരം ഉണ്ടായിരുന്നു. പാലിയേറ്റീവ് സഹായം നൽകുന്ന ഒരു ഭണ്ഡാരം, ആ ഭണ്ഡാരവും തകർത്ത് അതിനകത്തുള്ള പണവും ഇയാൾ മോഷ്ടിച്ചിട്ടുണ്ട്. ഈ ഹോട്ടലില് മറ്റ് സാധനങ്ങളൊന്നും മോഷണം പോയിട്ടില്ല എന്നാണ് നിലവിൽ ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. മുക്കം പോലീസിനെ വിവരം അറിയിച്ച് മുക്കം പോലീസ് സ്ഥലത്തെത്തുകയും മറ്റ് നടപടിക്രമങ്ങൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഫോറൻസിക് വിദഗ്ധർ ഉൾപ്പെടെ ഈ ഹോട്ടലിലെത്തി പരിശോധന നടത്തുമെന്നാണ് ഈ ഹോട്ടൽ ഉടമകൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഇന്ന് രാവിലെ തൊട്ടടുത്ത കടയിലെ ജീവനക്കാരൻ കടയിലെത്തിയപ്പോഴാണ് ഈ ഹോട്ടലിന്റെ വാതിൽ തകർത്ത നിലയിൽ കണ്ടെത്തിയത്. തുടർന്ന് ഈ ജീവനക്കാരൻ ഹോട്ടൽ ഉടമയെ അറിയിക്കുകയായിരുന്നു. ഉടമയെ തുടർന്ന് സ്ഥലത്തെത്തി നടത്തിയ പരിശോധനയിലാണ് വാതിൽ തകർത്തതും മോഷണം പോയതും ആയി അറിയുന്നത്. ഈ റമദാൻ നോമ്പ് കാലമായതിനാൽ അടച്ചിട്ട ഹോട്ടലായിരുന്നു. എന്നാൽ ഈ ഒരു കുറച്ച് ദിവസങ്ങൾ കൂടി മാത്രമാണ് റമദാൻ അവധിയുള്ളത്. അത് റമദാൻ അവധി കഴിഞ്ഞാൽ ഈ ഹോട്ടൽ തുറന്ന് പ്രവർത്തിക്കുന്നതിന് മുന്നോടിയായി ഹോട്ടലിൽ ചില പ്രവർത്തികൾ നടന്നു വരികയുണ്ടായിരുന്നു. അതിനായി കഴിഞ്ഞ ദിവസം ഈ ഹോട്ടൽ തുറന്ന് ഈ പ്രവർത്തികൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ പ്രവർത്തികൾക്കായി എത്തിയ തൊഴിലാളികൾക്ക് നൽകാനുള്ള 5000-ൽ കൂടുതലുള്ളൊരു പണമാണ് ആ ക്യാഷ് കൗണ്ടറിൽ ഉണ്ടായിരുന്നത്. ആ പണവും ഈ ഭണ്ഡാരത്തിലെ പണവുമാണ് നിലവിൽ മോഷണം പോയിരിക്കുന്നത്. തീർച്ചയായും ആസാദ്, ഇവിടെ കാര്യം നേരാണ്. ഒരു 5000 രൂപയെ നഷ്ടപ്പെട്ടുള്ളൂ. ചെറിയ മോഷണമാണ്, ചെറിയ തുക മാത്രമാണ് നഷ്ടപ്പെട്ടത്. പക്ഷേ എങ്കിൽ പോലും ഇങ്ങനെ തിരക്കുള്ള ഒരു സ്ഥലത്ത്, ഒരു ജംഗ്ഷനിലാണ് ഇതുപോലുള്ളൊരു മോഷണം നടക്കുന്നതും ഹോട്ടലിൽ. സ്വാഭാവികമായും ഈ പ്രതിയെ പിടികൂടണം, അല്ലെങ്കിൽ അവിടുത്തെ വ്യാപാരികളൊക്കെ വലിയ ആശങ്ക ഉണ്ടാകും. വ്യാപാരികൾക്ക് മാത്രമല്ല, നാട്ടുകാർക്ക്. കാരണം ഈ കാലത്ത്, ഈ സമീപകാലത്ത് നമ്മുടെ സ്വർണത്തിനൊക്കെ ഇങ്ങനെ വില കൂടുന്നത് കൊണ്ട് മോഷ്ടാക്കളും പിടിച്ചുപറി സംഘങ്ങളും ഒക്കെ നാട്ടിലിപ്പോൾ വളരെ സജീവമായിട്ടുണ്ട്. ഈ പ്രതിയെ കണ്ടെത്താൻ കഴിയുമെന്ന പ്രതീക്ഷ പോലീസിനുണ്ടോ? സ്ഥിരം കുറ്റവാളികളെ കേന്ദ്രീകരിച്ച്, സ്ഥിരം മോഷ്ടാക്കളെ കേന്ദ്രീകരിച്ചാണോ അന്വേഷണം നടക്കുന്നത്?
ടോം പറഞ്ഞതുപോലെ തന്നെ സംസ്ഥാന പാതയുടെ അരികിലുള്ള ഒരു കടയിലാണ് ഇന്ന് പുലർച്ചെ ഈ മോഷണം നടന്നിരിക്കുന്നത്. ഈ സംസ്ഥാന പാതയിൽ ഇടതടവില്ലാതെ വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു റോഡരികിലെ കടയിലാണ് ഇന്ന് മോഷണം നടന്നിരിക്കുന്നത്. അതും CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ കാണുമ്പോൾ ഈ മോഷ്ടാവ് തികച്ചും കൂളായിട്ടാണ്, ഒരു ഭയം കൂടാതെ വന്ന് ഈ ഡോറ് തകർത്ത് അതിനകത്ത് കയറിയാണ് മോഷണം നടത്തിയിരിക്കുന്നത്. ഈ മോഷണത്തിന്റെ വിവരം അറിഞ്ഞ് വ്യാപാരി നേതാക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ സ്ഥലത്തെത്തിയിരുന്നു. ഈ മറ്റിടങ്ങളിൽ ഈ ഇത്തരത്തിൽ മോഷണം നടന്നിട്ടുണ്ടോ എന്നുള്ള വിവരങ്ങളൊന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ഈ നേരത്തെയും മുക്കം അങ്ങാടിയിലെല്ലാം തുടർച്ചയായിട്ടുള്ള മോഷണങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ കുറച്ചു കാലം കുറഞ്ഞ ഒരു ഇടവേള ശേഷം വീണ്ടും ഇപ്പോൾ മോഷണം ആവർത്തിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ഇത് വ്യാപാരികൾക്കും നാട്ടുകാരിലും എല്ലാം ആശങ്കയുണ്ടാക്കുന്ന ഒരു സംഗതി തന്നെയാണ്. ഇപ്പോൾ മുക്കം പോലീസ് പ്രാഥമിക പരിശോധന നടത്തിയതിനു ശേഷം ഫോറൻസിക് വിദഗ്ധർ ഉൾപ്പെടെയുള്ള ആളുകളെ എത്തിച്ച് പരിശോധന നടത്താനുള്ള നടപടിക്രമങ്ങളാണ് ആരംഭിച്ചിട്ടുള്ളത്. കൂടാതെ ഹോട്ടലിൽ നിന്നും ലഭിച്ച CCTV ഫുട്ടേജും പരിശോധിച്ച് ആളെ തിരിച്ചറിയാനുള്ള നടപടികളും മുക്കം പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. ഇതാണ് നിലവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ഇനി തുടർന്ന് നടക്കുന്ന അന്വേഷണത്തിലാണ് പ്രതിയെ പിടികൂടാനാവുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. വ്യക്തമാണ്. ഗുലാം നബി ആസാദാണ് വിവരങ്ങൾ നോക്കിയത്. കോഴിക്കോട് മുക്കത്താണ് ഹോട്ടലിൻ്റെ വാതിൽ തകർത്ത് മോഷണം നടന്നത്. പ്രതിക്ക് വേണ്ടി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ഇറാനി പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനിയുടെ പിൻഗാമിയായി മകൻ മുസ്തഫ ഖമനിയെ തെരഞ്ഞെടുത്തു. ദേശീയ ടെലിവിഷൻ ചാനലാണ് വിവരം പുറത്തുവിട്ടത്. ഇറാനിലെ മുതിർന്ന രാഷ്ട്രീയ നേതാക്കളും സേനാ വിഭാഗമായ IRGCയും മുസ്തഫയ്ക്ക് പിന്തുണ അറിയിച്ചു. പുതിയ നേതാവിൻ്റെ തെരഞ്ഞെടുപ്പിന് പിന്നാലെ പശ്ചിമേഷ്യയിലെ സാഹചര്യം രൂക്ഷമായി. സൗദി അറേബ്യയിൽ ഒരു ഇന്ത്യൻ പൗരനുൾപ്പെടെ 3 പേർ കൊല്ലപ്പെട്ടു. ബഹ്റൈനിൽ ഡ്രോൺ ആക്രമണത്തിൽ 32 പേർക്ക് പരിക്കേറ്റു. ആഗോള സാമ്പത്തിക രംഗത്തും പ്രതിസന്ധി രൂക്ഷമാണ്. ക്രൂഡ് ഓയിൽ വില 100 കടന്നു. ഇന്ത്യയിൽ സെൻസെക്സ് സൂചികയിലും വൻ ഇടിവാണ് രേഖപ്പെടുത്തിയത്. സ്വർണത്തിൻ്റെ വിലയും ഇടിഞ്ഞു. രൂപയുടെ മൂല്യവും താഴേക്കാണ്. വിവരങ്ങളുമായ അജയ് സുധാ ബിജു ചേരുന്നു ന്യൂസ് ഡെസ്കിൽ നിന്ന്. അജയ്, ഖമനയുടെ പിൻഗാമിയായി മകൻ എത്തുന്നു. തൊട്ടു പിന്നാലെ പശ്ചിമേഷ്യയിൽ സ്ഥിതി കൂടുതൽ രൂക്ഷമാകുന്നു. നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ചില സൂചനകൾ ഉണ്ടായിരുന്നുണ്ട്. കാരണം ആയത്തുള്ള അലി ഖമനിയേക്കാൾ തീവ്ര നിലപാടുള്ള വ്യക്തിയാണ് മകൻ. സ്വാഭാവികമായും മകൻ ഇതിൻ്റെ നേതൃത്വത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ കാര്യങ്ങൾ കൂടുതൽ രൂക്ഷമാകാനുള്ള സാഹചര്യമുണ്ട്. പക്ഷേ ഈ മുസ്തഫ ഖമനയി ഈ പിൻഗാമിയായാൽ, ഇറാനി പരമോന്നത നേതാവിൻ്റെ പിൻഗാമിയായി എത്തിക്കഴിഞ്ഞാൽ അദ്ദേഹത്തെയും ഇല്ലാതാക്കുമെന്ന മുന്നറിയിപ്പ് അമേരിക്കയും ഇസ്രായേലും നൽകിയതാണ്. സ്വാഭാവികമായും അതിരൂക്ഷമായ ഏറ്റുമുട്ടൽ തന്നെ ഇനി ഉണ്ടാകും. അങ്ങനെയാണോ മനസ്സിലാക്കേണ്ടത്? നിലവിൽ പശ്ചിമേഷ്യയിൽ സംഘർഷങ്ങൾക്കൊന്നും യാതൊരു അയവുമില്ലാതെ തുടരുകയാണ്. ഇപ്പോൾ ഒരാഴ്ച കഴിഞ്ഞു സംഘർഷങ്ങൾ ആരംഭിച്ചതിന് ശേഷം. ഫെബ്രുവരി 28-നാണ് സംഘർഷങ്ങൾക്ക് തുടക്കമായത്. അതിനുശേഷം ഇപ്പോൾ രണ്ടാമത്തെ ഞായറാഴ്ച കഴിഞ്ഞ് അടുത്ത തിങ്കളാഴ്ച ആയതോടെ ഈ പശ്ചിമേഷ്യയിലുള്ള സാധാരണ ഭൂമുഖങ്ങളിൽ മാത്രമല്ല മാർക്കറ്റിലും വലിയ തോതിലുള്ള ഈ യുദ്ധത്തിന്റെ എഫക്റ്റ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. പ്രധാനമായിട്ടും സ്റ്റോക്ക് മാർക്കറ്റിൽ, അതുപോലെ തന്നെ ഈ എണ്ണ വ്യാപാരം, ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും വൻ പ്രതിസന്ധി തന്നെയാണ് ലോകരാജ്യങ്ങൾ നേരിടുന്നത്. അതിലേറ്റവും പ്രധാനം ക്രൂഡ് ഓയിലിന്റെ വില തന്നെയാണ്. ക്രൂഡ് ഓയിൽ വില ഇന്ന് ബാരലിന് 100 കടന്ന് 115-ൽ എത്തി നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഈ തരത്തിൽ വില മുന്നോട്ട് പോവുകയാണെങ്കിൽ 150 വരെ എത്തിയാലും അത്ഭുതപ്പെടാനില്ല എന്നാണ് വിദഗ്ധർ അവകാശപ്പെടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഇപ്പോ 2022-ന് ശേഷം ഈ വിലയിൽ ഇത്രയധികം വർധനവ് ഉണ്ടാകുന്നതും ഇപ്പോഴാണ്. കോവിഡ് കാലത്തെ പ്രതിസന്ധിയായിരുന്നു ആ സമയത്തുണ്ടായിരുന്നത്. അതിനുശേഷം 2 യുദ്ധങ്ങൾ, റഷ്യ യുക്രൈൻ യുദ്ധം, അതുപോലെ തന്നെ ഈ ഗാസയിലെ സംഘർഷം, ഇതൊന്നും ഉണ്ടായപ്പോൾ ഈ ക്രൂഡ് ഓയിൽ വില ഇത്രയധികം ഉയർന്നിരുന്നില്ല. ഇപ്പോൾ ഇത്ര കൂടിയതോടെ ലോകരാജ്യങ്ങൾ പെട്രോളിയം, ഡീസൽ ഉൽപ്പന്നങ്ങൾക്ക് വില കൂട്ടാൻ നിർബന്ധിതരായിരിക്കുകയാണ്.
ഇപ്പോ സൗത്ത് കൊറിയയുടെ ഒരു സ്ഥിതി നോക്കുകയാണെങ്കിൽ അവർ 30 വർഷങ്ങൾക്ക് ശേഷം ഈ പെട്രോളിയം ഡീസൽ വിലയിലുണ്ടാകുന്ന വർധനവിന് നിയന്ത്രണം കൊണ്ടുവരാൻ തുടങ്ങുകയാണ്. അതായത് സ്വകാര്യ കമ്പനികൾ ഈ വില കൂട്ടുന്നതിനെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടി സർക്കാർ അവരുടെ നടപടികളും തുടങ്ങിക്കഴിഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട പ്രസിഡന്റ് ലീ ജെയ് മ്യൂങ് ഒരു ക്യാബിനറ്റ് യോഗമെല്ലാം വിളിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. അതുപോലെ ഇന്ത്യയിലും ഇതിന്റെ എഫക്ട് കാണുന്നുണ്ട്. സെൻസെക്സ് സൂചിക 2300 പോയിന്റാണ് ഇടിഞ്ഞത്. നിഫ്റ്റി 700 പോയിന്റ് ഇടിഞ്ഞു. എല്ലാ സൂചികകളും താഴോട്ട് തന്നെയാണ്. സ്വർണ്ണവിലയ്ക്കും കുറവുണ്ടായി. ഗ്രാമിന് 180 രൂപ കുറഞ്ഞ് ഇപ്പോ 14,820 രൂപയിലെത്തി. രൂപയുടെ മൂല്യവും 47 പൈസ ഇടിഞ്ഞ് 92.21 രൂപയിലെത്തി. അതായത് കഴിഞ്ഞ ആഴ്ചയാണ് എക്കാലത്തെയും താഴ്ന്ന നിലയായിട്ടുള്ള 92.31 എത്തിയിരുന്നത്. ഇപ്പോ അതിനേക്കാളും താഴ്ചയിലേക്ക് രൂപയുടെ നിലവാരവും താഴേക്ക് പോയിരിക്കുകയാണ്. ഈ ഒരു നിലയിൽ പോവുകയാണെങ്കിൽ ഇപ്പോ IMFന്റെ ഒരു കണക്കനുസരിച്ച് വളരെ വലിയൊരു ആഗോള സാമ്പത്തിക പ്രതിസന്ധിയിലേക്കായിരിക്കും ലോകം പോകുന്നത് എന്ന് അറിയിച്ചിട്ടുണ്ട്. അതുപോലെ G7 രാജ്യങ്ങൾ ഇന്നൊരു അടിയന്തര യോഗം ചേരുന്നുണ്ട്. അതിന്റെ ഒരു കാര്യം എന്ന് പറയുന്നത് അന്താരാഷ്ട്ര ഊർജ്ജ ഏജൻസിയുടെ അടിയന്തര റിസർവിൽ നിന്നും ക്രൂഡ് ഓയിൽ അവർ ആവശ്യപ്പെടാൻ വേണ്ടി ഒരുങ്ങുകയാണ്. അമേരിക്ക അടക്കം ഇത് സജസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടാണ് G7 രാജ്യങ്ങൾ യോഗം ചേരുന്നത്. അപ്പോ അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് ഈ രാജ്യങ്ങളുടെ എല്ലാം അടിയന്തര ഉപഭോഗത്തിന് വേണ്ടി ഈ ഹോർമുസ് കടലിടുക്കിനെ ആശ്രയിക്കാതെ ഈ അന്താരാഷ്ട്ര ഊർജ്ജ ഏജൻസിയിൽ നിന്ന് താൽക്കാലികമായി എണ്ണ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഇവർ ആലോചിക്കുന്നത്. ഇന്ത്യ അടക്കം ഇക്കാര്യത്തിൽ വൻ പ്രതിസന്ധിയിൽ തന്നെയാണ്. ഇപ്പോ പശ്ചിമേഷ്യയിലെ മൊത്തത്തിലെ ഒരു സ്ഥിതി നോക്കുകയാണെങ്കിൽ ഇന്നും ആക്രമണങ്ങൾക്ക് യാതൊരു പഞ്ഞവുമില്ല. പുതിയ നേതാവിന്റെ നേതൃത്വത്തിൽ മിസൈൽ ആക്രമണങ്ങൾ ആരംഭിച്ചതായിട്ടാണ് ഈ ഇറാൻ ഇന്ന് രാവിലെ പോസ്റ്റ് ഇട്ടത്. അവരുടെ നാഷണൽ ബ്രോഡ്കാസ്റ്റ് മീഡിയ പങ്കുവച്ച ഒരു ടെലഗ്രാം പോസ്റ്റിൽ ഇറാൻ തൊടുത്തുവിടുന്ന മിസൈലുകളുടെ ചിത്രത്തിനോടൊപ്പം പുതിയ നേതാവിന്റെ അനുഗ്രഹത്താൽ എന്ന് പറഞ്ഞുകൊണ്ടൊരു ക്യാപ്ഷനോടെയാണ് മിസൈൽ വിക്ഷേപിക്കുന്ന ചിത്രമടക്കം അവർ പങ്കുവച്ചിരിക്കുന്നത്. എന്തായാലും ഇസ്രായേലിലും അതുപോലെ പശ്ചിമേഷ്യയിലും കടുത്ത ആക്രമണമുണ്ട്. സൗദി അറേബ്യയിലാണ് ഏറ്റവും രൂക്ഷമായിട്ടുള്ള ആക്രമണങ്ങളിൽ ഒന്ന് സംഭവിച്ചിട്ടുള്ളത്. അവിടെ ഒരു ഡ്രോൺ അവശിഷ്ടം വീണ് ഒരു കെട്ടിടം തകരുന്ന സ്ഥിതിയുണ്ടായി. അതിലൊരു ഇന്ത്യക്കാരനുൾപ്പെടെ 2 പേർ മരിച്ചു. 12-ലധികം പേർക്ക് പരിക്കേൽക്കുന്ന ഒരു സ്ഥിതിയുമുണ്ടായി. അതുപോലെ ബഹ്റൈനിൽ നോക്കുകയാണെങ്കിൽ ഒരു ഡ്രോൺ അവശിഷ്ടം തകർന്നു വീണ് 32 പേർക്ക് പരിക്കേറ്റ ഒരു സ്ഥിതിയുണ്ട്. അതിൽ 2 വയസ്സുള്ള ഒരു കുട്ടിയുണ്ട് ഈ പരിക്കേറ്റതിൽ. അതുപോലെ 17 വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ നില അതീവ ഗുരുതരമാണ് എന്നും നമുക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ട്. ഈ കുട്ടിയുടെ കണ്ണിനും ഗുരുതരമായിട്ടുള്ള പരിക്കുണ്ട്. കുവൈറ്റ് നിരവധി സ്ഫോടന ശബ്ദങ്ങൾ കേട്ടതായിട്ട് റിപ്പോർട്ടുകളുണ്ട്. UAE ഇതിനോടകം തന്നെ നിരവധി മിസൈലുകളും ഡ്രോണുകളും ഇന്റർസെപ്റ്റ് ചെയ്ത് നശിപ്പിച്ചു കഴിഞ്ഞു. അതുപോലെ തന്നെ ഇറാഖിലേക്ക് നോക്കുകയാണെങ്കിൽ അവിടെ ബാഗ്ദാദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപമുള്ള വിക്ടോറിയ എന്ന് പറയുന്ന US ബേസിന് നേരെയും ആക്രമണം ഉണ്ടായിട്ടുണ്ട്. ഈ ഡ്രോൺ ആക്രമണമായിരുന്നു. ഈ ഡ്രോണിനെ ഇന്റർസെപ്റ്റ് ചെയ്ത് നശിപ്പിക്കുന്നതിനിടയിൽ ഇറാഖിൽ ഒരു യുവതിക്ക് പരിക്കേറ്റതായിട്ട് വിവരമുണ്ട്. അപ്പോ ഇങ്ങനെ മൊത്തത്തിൽ എല്ലായിടത്തും കടുത്ത ആക്രമണം തന്നെയാണ് തുടരുന്നത്. ഇപ്പൊ ലെബനനിലും ആക്രമണം രൂക്ഷമാണ്. ഇന്ന് മാത്രം 3 പേർ കൊല്ലപ്പെടുകയും 16 പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. അജയ്, മുസ്തഫയുടെ നിയമനം പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെ ടെഹ്റാനിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം, സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ പ്രതിഷേധവുമായി രംഗത്തെത്തുന്നു. പ്രതിഷേധ മുദ്രാവാക്യങ്ങൾ വിളിച്ചുവെന്ന് ദേശീയ മാധ്യമങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ. അത്തരം ചില വീഡിയോ, അതുമായി ബന്ധപ്പെട്ട ചെറിയ വീഡിയോകളൊക്കെ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുമുണ്ട്. അങ്ങനെ ഒരു പ്രതിഷേധം, എതിർപ്പ് മുസ്തഫയുടെ നിയമനവുമായി ബന്ധപ്പെട്ട് ഇറാനിൽ ഉയർന്നു വരുന്നുണ്ടോ? അതൊരു ചെറിയ വിഭാഗം മാത്രമാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. വ്യാപകമായിട്ടുള്ള ഒരു പ്രതിഷേധം നിലവിൽ ഇറാനുള്ളിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇന്ന് രാവിലെ ഇന്ത്യൻ സമയം ഇന്ന് വെളുപ്പിനെ അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം ഉണ്ടായ സമയത്ത് ഇറാന്റെ ദേശീയ പതാകകൾ ഏന്തിക്കൊണ്ട് അതുപോലെ മുജ്തബ ഖമനയുടെ ചിത്രങ്ങളുമായി തെരുവിലിറങ്ങുന്ന ആളുകളുടെ വീഡിയോ ദൃശ്യങ്ങൾ ഉൾപ്പെടെ ഉണ്ടായിരുന്നു. നമ്മൾ ഉൾപ്പെടെ അത് സംപ്രേഷണം ചെയ്തതാണ്. അപ്പോൾ ഇത്തരത്തിൽ ഒരു യാഥാസ്ഥിതിക സമൂഹം, അതായത് ഇപ്പോ ഈ ഇസ്ലാമിക് റവല്യൂഷന് ശേഷം അധികാരത്തിൽ വന്ന ഈ ഖമനയുടെ പിന്തുടർച്ചാവകാശികളായ ഈ ഒരു ആളുകളെ പിന്തുണയ്ക്കുന്ന നിലവിലെ സർക്കാർ തന്നെ തുടരണം എന്ന് പറയുന്ന വലിയൊരു വിഭാഗം ആളുകളും ഇറാനിൽ ഇപ്പോഴുമുണ്ട്. അപ്പോ അവരുടെ ഒരു പിന്തുണ തീർച്ചയായിട്ടും ഈ സർക്കാരിനുണ്ട്. അപ്പോ അത് തന്നെയാണ്
അവർ ഇത്തരത്തിൽ ഒരു കൂടുതൽ ശക്തിപ്പെട്ട് അധികാരത്തിൽ ഇപ്പോഴും തുടരാനുള്ള കാരണം US-ന്റെയും ഇസ്രായേലിന്റെയും ഏറ്റവും വലിയ ഒരു മുന്നറിയിപ്പായിരുന്നു ഇപ്പോ ഈ ഒരു ആക്രമണം തുടങ്ങിയ സമയത്തുള്ളത്. അതായത് ഈ ആക്രമണം ആരംഭിച്ച് എത്രയും വേഗം തന്നെ ഇപ്പോ ജനങ്ങൾ ഈ അധികാരം പിടിച്ചെടുക്കണം, ജനങ്ങൾ നയിക്കുന്ന ഒരു പുതിയ ഭരണകൂടം അവിടെ വരണം, US-നും ഇസ്രായേലിനും കൂടി താല്പര്യമുള്ള ആളെ മാത്രമേ ഇനി പുതിയ നേതാവായി അംഗീകരിക്കൂ എന്നെല്ലാം ഇവർ പറയുകയുണ്ടായി. എന്നാൽ ആയത്തുള്ള അലി ഖമനയെ വകവരുത്തിയിട്ട് പോലും അവിടെ ഒരു ഭരണമാറ്റം കൊണ്ടുവരാൻ US-നും ഇസ്രായേലിനും ആദ്യം അവകാശപ്പെട്ടതുപോലെ സാധിച്ചിട്ടില്ല എന്നത് അവരുടെ ഏറ്റവും വലിയ പരാജയങ്ങളിലൊന്നായി ഇപ്പോൾ അടയാളപ്പെടുത്തുകയാണ്. എന്തായാലും ഈ മുജ്തബ ഖമനയെ നിയമിച്ച് ഇറാൻ അവരുടെ ഭരണകാര്യങ്ങൾ പഴയതുപോലെ തന്നെ നിർവഹിച്ചു വരികയാണ്. എന്തായാലും ഈ ഘട്ടത്തിൽ US-ഉം ഇസ്രായേലും ആദ്യം അവകാശപ്പെട്ട ആ കാര്യങ്ങൾ അത് അച്ചീവ് ചെയ്യാൻ അവർ ഇനി അടുത്തെന്ത് പടിയായിരിക്കും സ്വീകരിക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും നിർണായകം തന്നെയാണ്. അതുപോലെ ഇറാൻ അവരുടെ പുതിയ നേതാവിന്റെ ഒരു വിവരങ്ങൾ നൽകിയത്. പുതിയ നേതാവിന്റെ തെരഞ്ഞെടുപ്പിന് പിന്നാലെയായി പശ്ചിമേഷ്യയിലെ സാഹചര്യം കൂടുതൽ രൂക്ഷമാകുന്നു. സൗദിയിൽ ആക്രമണമുണ്ടാകുന്നു, ബഹ്റൈനിൽ ഡ്രോൺ ആക്രമണം, 3 പേർ നിലവിൽ കൊല്ലപ്പെട്ടു എന്നാണ് വിവരം. 32ഓളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ ഈ യുദ്ധം ഇങ്ങനെ സംഘർഷ സാഹചര്യം നീണ്ടുപോയാൽ അത് മറ്റ് രാജ്യങ്ങളെ ആഗോളതലത്തിൽ ആഗോള സാമ്പത്തിക അവസ്ഥയൊക്കെ സാരമായ രീതിയിൽ തന്നെ ബാധിക്കുമെന്ന് തന്നെയാണ് നിരീക്ഷകരും ചൂണ്ടിക്കാണിക്കുന്നത്. സ്പോട്ട്ലൈറ്റ് പൂർണ്ണമാകുന്നു. നമസ്കാരം.